നമസ്കാരം. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയും താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായി മെയ് 9 തുടങ്ങി 30 ദിവസം നീണ്ടു നിൽക്കുന്ന ദേവി ഭാഗവതം മൂലഗ്രന്ഥം പാരായണവും പ്രഭാഷണവും എന്ന ഓൺലൈൻ വെബിനാറിന്റെ 13ാം ദിവസമാണല്ലോ ഇന്ന്. ഇന്ന് ദേവി ഭാഗവതത്തിന്റെ 6ാം സ്കന്ധത്തിലെ 11 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളുടെ പാരായണവും പ്രബന്ധാവതരണത്തിനുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കോഴിക്കോട് സർവകലാശാലയിൽ സംസ്കൃത വിഭാഗം പ്രൊഫസറായി ജോലി ചെയ്യുന്ന NK സുന്ദരേശ്വരൻ സാറാണ്. നമസ്കാരം സുന്ദരേശ്വരൻ സാർ. പരിപാടിയുടെ ആദ്യം ഒരു പ്രാർത്ഥനയാണ്. അതിനായി ഗൗരി അടമനിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തുഷാരഹാരധവളാം യാ ശുഭ്രവസ്ഥാനൃതാം യാ വീണാവരദണ്ഡമണ്ഡിതകരാം യാ ശ്വേതപദ്മാസനാം യാ ബ്രഹ്മാച്യുതശങ്കര പ്രഭൃതിഭിർ ദേവൈ സദാ പൂജിതാ സാ മാം പാതു സരസ്വതി ഭഗവതി നിശ്വേഷജാഠ്യാപഹാ. നമസ്തേ. ഇന്നത്തെ പ്രഭാഷകനെ സദസ്സിന് പരിചയപ്പെടുത്തുവാനും വേണ്ടി ജയകുമാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഞാൻ ജയകുമാർ, പൂജാപഠനം 6ാം ബാച്ചിലെ പഠിതാവാണ്. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയും താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായുള്ള ദേവി ഭാഗവതം പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് ദേവി ഭാഗവതം 6ാം സ്കന്ധത്തിലെ 11 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളെ അധികരിച്ചുള്ള പ്രഭാഷണമാണ് നടക്കുന്നത്. പ്രഭാഷണം നടത്താനായി എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തി പ്രൊഫസർ ശ്രീ NK സുന്ദരേശൻ അവക്കളാണ്. അദ്ദേഹത്തെ ഔപചാരികമായി സ്വാഗതം ചെയ്യുകയും വേദിയിൽ പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. ഞാൻ എൻ്റെ ചുമതലയിലേക്ക് കടക്കട്ടെ. പ്രൊഫസർ NK സുന്ദരേശൻ ദേവഭാഷയായ സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ളയാളും ഉജ്ജ്വല വാഗ്മിയുമാണ് ശ്രീ സുന്ദരേശൻ സാർ. അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് സർവകലാശാലയിൽ സംസ്കൃത വിഭാഗം പ്രൊഫസറാണ്. കോഴിക്കോട് സർവകലാശാലയിൽ നിന്നും സംസ്കൃതത്തിൽ ബിരുദാനന്തര ബിരുദം നേടി അധ്യാപക ജീവിതത്തിൽ പ്രവേശിച്ച അദ്ദേഹം പ്രശസ്തങ്ങളായ ജേർണലുകളിലും പുസ്തകങ്ങളിലും ഏതാണ്ട് 75ലേറെ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാളം, സംസ്കൃതം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലായി 7 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കൂടാതെ ഇൻഡോളജിയുടെയും സംസ്കൃതത്തിന്റെയും വ്യത്യസ്ത വശങ്ങളെക്കുറിച്ച് 15 പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. 3 ലോക സംസ്കൃത സമ്മേളനങ്ങൾ ഉൾപ്പെടെ 15 അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലും 75ലധികം ദേശീയ സെമിനാറുകളിലും അദ്ദേഹം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കാളിദാസ അക്കാദമി ആൻഡ് വിക്രം യൂണിവേഴ്സിറ്റി ഉജ്ജയിൻ 2010 മികച്ച പ്രബന്ധത്തിനുള്ള വിക്രം കാളിദാസ് പുരസ്കാരം പ്രൊഫസർ സുന്ദരേശന് സമ്മാനിച്ചിട്ടുണ്ട്. പാവനമായ വൈശാഖ മാസത്തിലെ ഈ സത്സംഗത്തെ തന്റെ പ്രഭാഷണത്തിലൂടെ ധന്യമാക്കുവാനായി പ്രൊഫസർ ശ്രീ NK സുന്ദരേശനെ നമ്മളുടെ എല്ലാവരുടെയും പേരിൽ സ്നേഹാദരങ്ങളോടെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന തന്ത്രി സമാജത്തിന്റെയും താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും ഭാരവാഹികൾ, ഗുരുജനങ്ങൾ, പൂജാ പഠന ബാച്ചുകളിലെ പഠിതാക്കൾ, മറ്റു വിശിഷ്ട വ്യക്തികൾ തുടങ്ങി എല്ലാവരെയും ഹാർദമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. കൂടി എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ശോണപ്രഭം സോമകലാവതംസം പാണിസ്ഫുരത്ം ച ശരേഃ കൃചാപം പ്രാണപ്രിയം നൗമി പിനാകപാണേഃ കോണത്രജസ്ഥം കുലദൈവതം സൃഷ്ടൗ യാ സർഗരൂപാ ജഗദവനവിധൗ പാണിനി യാ ച രൗദ്രീ സംഹാരേ ചാപി യസ്യാ ജഗദിദമഖിലം ക്രീഡനം യാ പദാക്ഷ്യാ പശ്യന്തി മധ്യമ അഥോ തദനു ഭഗവതി വൈഖരീ വർണ്ണരൂപാ സാഹ അസ്മദ്വാചം പ്രസന്ന
വിധി ഹരിഗിരിശാരാധിത അലങ്കരോതു. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സംഘാടകർക്കും ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഈ പ്രഭാഷണം എന്നോ പാരായണം എന്നോ എന്തോ പറയുന്ന ഈ ഒരു സന്തോഷം നൽകുന്ന ഒരു കൃത്യം നിർവഹിക്കാനായി ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഏറ്റതാണ്. പക്ഷെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ല സുഖമില്ല, നല്ല തൊണ്ടക്കെട്ടുണ്ട്, കഫക്കെട്ടുണ്ട്. എങ്കിലും നേരത്തെ ഏറ്റതായതുകൊണ്ട് ഞാൻ ഒഴിവാകാത്തതിൽ വന്നതാണ്. കഴിയുന്ന പോലെ ചെയ്യാം. സന്തോഷമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഒരു പുരാണ മൂലഗ്രന്ഥ പാരായണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രഭാഷണം എന്നുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ. പക്ഷെ നമ്മള് എപ്പോഴും എന്തു ചെയ്യുമ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ. അത് ചെറുതായിട്ടൊന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങട്ടെ. നാം എന്ത് ചെയ്യുമ്പോഴും എന്തിനു വേണ്ടി ചെയ്യുന്നു, ഈ കാര്യം ചെയ്താൽ എന്താണ് നമുക്ക് ഗുണമുണ്ടാവുക, അല്ലെങ്കിൽ ലോകർക്ക് ഗുണമുണ്ടാവുക, നമ്മളിത് ചെയ്തില്ലെങ്കിൽ എന്താണ് നമുക്ക് നഷ്ടമാവുക എന്നത് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്താൽ കാര്യങ്ങൾ കൂടുതൽ പ്രയോജനം തരും, ഫലം തരും. നമുക്ക് ലോകാനുഭവത്തിൽ നിന്നും അറിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലുള്ള പരിപാടികൾ ധാരാളമായി നടക്കുന്നുണ്ട്. ആധ്യാത്മിക പ്രഭാഷണങ്ങള്, പുരാണപാരായണം, ഇതൊക്കെ എത്രത്തോളം ആർക്ക് ഗുണം ചെയ്യുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണല്ലോ. എനിക്ക് തോന്നുന്നത് വാസ്തവത്തില് ഇതുപോലുള്ള പ്രഭാഷണ പരിപാടികൾ കേൾക്കാൻ വരുന്നവര് മിക്കവാറും അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികള്, അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആശയങ്ങള്, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് പറയണം. അങ്ങനെ പറഞ്ഞാൽ പ്രഭാഷണം ഗംഭീരമായി എന്ന് പറയും. അതോടുകൂടി അതിൻ്റെ ഇത് തീർന്നു, അതിൻ്റെ ഒരു ചിന്ത തീർന്നു. അതുകൊണ്ട് എന്താണ് പ്രയോജനം? ബാക്കി അവശേഷിക്കുന്നത് എന്താണ് ഒന്നും മനസ്സിലാവുന്നില്ല. വാസ്തവത്തില് നമ്മള് കുറച്ചുകൂടി നല്ല മനുഷ്യനായി ജീവിക്കുക, നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും ഉണ്ടാവുക, നമുക്ക് തന്നെ സന്തോഷം ഉണ്ടാവുക. നമുക്ക് സന്തോഷം ഉണ്ടെങ്കിലല്ലേ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ കഴിയുള്ളൂ. ഇതിനുള്ള ഏറ്റവും നല്ല വഴികളായിട്ടാണ് മതങ്ങള്. അതാണല്ലോ പുരാണങ്ങളില് അഷ്ടാദശ പുരാണേഷു വ്യാസസ്യ വചനദ്വയം പരോപകാര പുണ്യായ പാപായ പരപീഡനം. ഇത്രയേ ഉള്ളൂ 18 പുരാണങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വ്യാസൻ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവരെ സഹായിക്കുക, കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക, പുണ്യം കിട്ടും. മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ, മറ്റുള്ളവരുടെ വേദനയ്ക്ക് കാരണമായാൽ അത് മഹാപാപമാവും, ദുരിതം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് പലതരത്തിൽ പറയുന്നത്. അപ്പൊ ഈ ചെറിയൊരു കാര്യത്തെ എന്തിനാ ഇങ്ങനെ പലതരത്തിൽ പറയുന്നത് എന്ന് ചോദിച്ചാൽ അതാണ് പുരാണത്തിന്റെ രീതി. ഇപ്പൊ അതിരിക്കട്ടെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് പ്രയോജനം എന്നാണല്ലോ. ശരിക്ക് ഇതുകൊണ്ട് ഉണ്ടാവേണ്ട പ്രയോജനം എനിക്ക് തോന്നുന്നത്, നമ്മളെങ്ങനെ ലഘൂകരിക്കുക, നമ്മളെ ഒന്ന് പവിത്രമാക്കുക, ശുദ്ധമാക്കുക, നമ്മളിലേക്ക് തന്നെ തിരിയിക്കുക, നല്ല മനുഷ്യരാവാൻ സഹായിക്കുക എന്നതിലുപരി നമ്മളുടെ സംസ്കാരം, നമ്മളുടെ ഒരു ജീവിത രീതി, നമ്മളുടെ മൂല്യങ്ങൾ, ഇവ അടുത്ത തലമുറയ്ക്ക്, കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അത് എപ്പോഴാ പകർന്നു കൊടുക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർമേറ്റീവ് ഇയേഴ്സിന് മുമ്പ് തന്നെ, സ്വഭാവം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ചില ശീലങ്ങള്, ചില നടപ്പുകള്, ചില മൂല്യങ്ങള് അവരുടെ
മനസ്സിലേക്ക് വളരെ സുഖമായിട്ട് കടത്തിവിടുക എന്നുള്ളതാണ്. അതിന് ഈ പൊതുവേദികളും സോഷ്യൽ മീഡിയയും ഒന്നും അല്ല വേദി എന്നുള്ളതാണ് വാസ്തവം. വീടുകളിൽ ചെയ്യേണ്ടതാണത്. വീടുകളിൽ സന്ധ്യാസമയം വിളക്ക് കൊളുത്തി നാമം ചൊല്ലുക, ഇതുപോലുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതാണ്. അത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അതിലേക്ക് ഈ വക പരിപാടികൾ വഴി തെളിയിക്കുമെങ്കിൽ നല്ലത് തന്നെ. അപ്പൊ ഇത് ഞാനൊരു പ്രയോജന ചിന്ത നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാനിപ്പോ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് 11-ാം അധ്യായം മുതൽ 21-ാം അധ്യായം വരെയാണല്ലോ ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ മൂലഗ്രന്ഥ പാരായണത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രഭാഷണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു മുൻകൂർ ഒരു ഇത് വാങ്ങിക്കോട്ടെ നിങ്ങളോട്, ജാമ്യം. അതായത് എന്റെ തൊണ്ട എത്രത്തോളം അനുവദിക്കുന്നോ അത്രത്തോളമാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു രീതി അനുസരിച്ച് ധാരാളം പറയുന്നതാണ് തോന്നുന്നത്, അറിയില്ല. ഏതായാലും 11-ാം അധ്യായം മുതൽ 20-ാം അധ്യായം വരെ ഉള്ള ഭാഗങ്ങൾ, അതില് വളരെ പ്രധാനമായി വരുന്ന ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തീർത്ഥയാത്രയെ കുറിച്ചുള്ള ഒരു വർണ്ണനയുണ്ട്. തീർത്ഥയാത്രയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സ്വീകാര്യമായി തോന്നിയത്, അല്ലെങ്കിൽ പുരാണങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട രീതി വെച്ചുകൊണ്ട് നോക്കുമ്പോൾ എനിക്ക് മാത്രമല്ല ആർക്കും സ്വീകാര്യമായിട്ടുള്ളത്, തീർത്ഥയാത്രയുടെ ഒരു എന്താ പറയാ, അത് ഗുണകരമല്ല എന്ന നിലയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത് പുരാണത്തിൽ. തീർത്ഥയാത്രകള് വാസ്തവത്തിൽ ഉദ്ദേശിച്ച ഫലം തരുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഗംഗാതീരത്ത് തീർത്ഥസ്ഥാനമാണുള്ളത്, പരമപാവനമായിട്ടുള്ള ഗംഗാ നദി, അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. വിഷ്ണുപതി ശങ്കരൻ ശിരസിൽ ധരിച്ചു പരമപാവനയാണ്, പാവനിയാണ് എന്നുള്ളത്. അങ്ങനെയുള്ള ഗംഗാനദിയുടെ തീരത്ത് ജീവിച്ചിരുന്ന മഹാത്മാക്കളായിട്ടുള്ള മന്ത്രത്രഷ്ടാക്കളായിട്ടുള്ള 2 ഋഷികൾ, വസിഷ്ഠനും വിശ്വാമിത്രനും, അവർക്ക് തമ്മിൽ ഘോരമായ സ്പർദ്ധയും യുദ്ധവും ഒക്കെ ഉണ്ടായി. അപ്പൊ തീർത്ഥയാത്രയെക്കാളും മനഃശുദ്ധിയാണ് പ്രധാനം എന്ന് പറയുന്ന ഒരു വലിയ കഥയുണ്ട്. ആ കഥയാണ് ആടീബകം. അതൊരു കഥയുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇവർ തമ്മിൽ ഇങ്ങനെയൊരു സ്പർദ്ധ ഉണ്ടായി എന്ന് പറഞ്ഞു വരുമ്പോ ഹരിശ്ചന്ദ്രന്റെ കഥ പറയുന്നുണ്ട്. വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിലുള്ള സ്പർദ്ധ തന്നെയാണ് വിഷയം. അപ്പൊ ഹരിശ്ചന്ദ്രന്റെ കഥ, രോഹിതാശ്വന്റെ കഥ. രോഹിതന്റെ കഥ പറയുമ്പോ ഹരിശ്ചന്ദ്രൻ ചെയ്ത നരമേധത്തിന്റെ കഥ. തുടർന്ന് വസിഷ്ഠനെ കുറിച്ച് പറയുമ്പോൾ വസിഷ്ഠന്റെ മൈത്രാവരുണി എന്നൊരു പേരുണ്ട്. മൈത്രാവരുണി, വസിഷ്ഠന് മാത്രമല്ല അഗസ്ത്യനും ഈ പേരുണ്ട്. മിത്രന്റെയും വരുണന്റെയും സന്തതി എന്നാണ് അർത്ഥം. ഇതെങ്ങനെയാ വസിഷ്ഠൻ ഈ പേര് കിട്ടിയത് എന്നുള്ള ചർച്ച വന്നപ്പോ ഒരു വലിയ കഥയിലേക്ക് അത് നീങ്ങുന്നു. അതേതാ കഥ? വീണ്ടും വസിഷ്ഠന്റെയും നിമിയുടെയും കഥയാണ്. ഇക്ഷ്വാകു വംശത്തിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു രാജാവ് നിമിയുടെയും വസിഷ്ഠന്റെയും കഥയാണ്. അവർ തമ്മിൽ പരസ്പരം ശപിക്കുകയൊക്കെ ഉണ്ടായി. ഈ വസിഷ്ഠനും വിശ്വാമിത്രനും പരസ്പരം ശപിച്ച പോലെ, പരസ്പരം സ്പർദ്ധിച്ച പോലെ ശപിക്കുകയുണ്ടായി, രാജാവും പുരോഹിതനും. അതൊരു വലിയ കഥ, അത് പറയും. അതിനുശേഷം ഹൈഹയന്മാരുടെ ഉത്പത്തിയെ കുറിച്ച് പറയുന്ന ഒരു ചെറിയ കഥയുണ്ട്. അവിടെ സംഗതി വശാൽ ലക്ഷ്മി ദേവി ഒരു വടവയായിട്ട്, ഒരു പെൺകുതിരയായിട്ട് ജനിക്കുകയും ഭഗവാൻ മഹാവിഷ്ണു ഒരു കുതിരയായിട്ട് അവതരിക്കുകയും അവർക്കൊരു സന്തതി ഉണ്ടാവുകയും ചെയ്തു. ആ സന്തതിയാണ് യയാതിയുടെ മകനായ തുർവസുവിന് അവര് നൽകിയത്. അങ്ങനെയാണ് തുർവസു വംശം ഉണ്ടായത് എന്നുള്ള ഹൈഹയന്മാരുടെ കഥ. അങ്ങനെയാണ് ഹൈഹയന്മാരുണ്ടായത് എന്നുള്ള കഥയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് കഥ ചുരുക്കി പറഞ്ഞിട്ട് ഞാൻ ആദ്യം കുറച്ച് ശ്ലോകങ്ങൾ വായിച്ചിട്ട് തുടങ്ങാം.
അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പുരാണ പാരായണം പ്രധാനം എന്നാണല്ലോ. അഥ ഏകാദശോധ്യായ. ജനമേജയ ഉവാച ഭാരാവതരണാർത്ഥായ കഥിതം ജന്മ കൃഷ്ണയോഃ സംശയോയം ദ്വിജശ്രേഷ്ഠ ഹൃദയേ മമ തിഷ്ഠതി. പൃഥിവീ ഗോസ്വരൂപേണ ബ്രഹ്മാണം ശരണം ഗതാ ദ്വാപരാന്തെ അതിദീനാർത്ത ഗുരുഭാര പ്രപീഡിത. മേധസാ പ്രാർത്ഥിതോ വിഷ്ണുഃ കമലാപതിരീശ്വരഃ ഭൂഭാരോത്തരണാർത്ഥായ സാധൂനാം രക്ഷണായ ച ഭഗവാൻ ഭാരതേ ഖണ്ഡേ ദേവൈः സഹ ജനാർദ്ദനഃ അവതാരം ഗൃഹാണാശു വസുദേവ ഗൃഹേ വിഭോ ഏവം സംപ്രാർത്ഥിതോ ധാത്ര ഭഗവാൻ ദേവകീ സുതഃ ബഭൂവ സഹ രാമേണ ഭൂഭാരോത്തരണായ വൈ കിയാനുത്താരിതോ ഭാരോ ഹത്വാ തുഷ്ടാനനേകശഃ ജ്ഞാത്വാ സർവാൻ ദുരാചാരാൻ പാപബുദ്ധി നൃപാനിഹ. ഹതോ ഭീഷ്മോ ഹതോ ദ്രോണോ വിരാട്ടോ ദ്രുപദസ്തഥാ ബാഹുലീകഃ സോമദത്തശ്ച കർണോ വൈകർത്തനസ്തഥാ. യൈർലുണ്ഠിതം ധനം സർവം കൃതാശ്ച ഹരിയോഷിതഃ കഥം ന നാശിതാ തുഷ്ടാ യേ സ്ഥിതാഃ പൃഥിവീതലേ ആഭീരാശ്ച ശകാംലേച്ഛാഃ നിഷേധാഃ കോട്ടിശस्तथा. ഭാരാവതരണം കിം തത്കൃതം കൃഷ്ണേന ധീമതാ സന്ദേഹോയം മഹാഭാഗ ന നിവർത്തതി ചിത്തതഃ കലാവസ്മിൻ പ്രജാഃ സർവാഃ പശ്യതഃ പാപനിശ്ചയാഃ. ഇതാണ് 11-ാം അധ്യായത്തിലെ ആദ്യത്തെ 10 പദ്യങ്ങളാണ് ഞാൻ വായിച്ചത്. അപ്പൊ നമ്മൾ പുരാണത്തെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് പുരാണത്തെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയണമല്ലോ. അതായത് ഓരോ പുസ്തകവും എഴുതുന്നത് ഓരോ രീതിശാസ്ത്രം വെച്ചിട്ടാണ്, ഓരോ തരത്തിലാണ്. ചില ആളുകളെ ഉദ്ദേശിച്ച് ചില പുസ്തകങ്ങൾ എഴുതപ്പെടുന്നു, അല്ലാതെ എല്ലാവർക്കും വേണ്ടിയിട്ടല്ല. അത് ആര് വായിക്കണം, അത് എന്താണ് ഈ പുസ്തകം വായിച്ചാൽ ഗുണം കിട്ടുക, എങ്ങനെയാണ് ഈ പുസ്തകം വായിച്ച് മനസ്സിലാക്കേണ്ടത്, എന്ത് ഗുണമാണ് കിട്ടുക എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും പ്രയോജന ചിന്ത വേണമല്ലോ. പുസ്തകം എഴുതുന്ന ആളുകൾ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. എങ്ങനെയാണ് ഈ പുസ്തകം വായിക്കേണ്ടത്, ഈ പുസ്തകം ആരാണ് വായിക്കേണ്ടത്, വായിച്ചാൽ എന്ത് ഗുണം കിട്ടും എന്നുള്ളതൊക്കെ പറയാവുന്നൊരു പതിവുണ്ട്. നമുക്ക് അറിയാം, പുതിയ പുസ്തകങ്ങളിലുണ്ട്. ചിലരൊക്കെ പറയും എന്റെ പുസ്തകം ആദ്യം അവസാനത്തെ അധ്യായം ആദ്യം വായിക്കുക, പിന്നെ 2-ാമത്തെ അധ്യായം വായിക്കുക, പിന്നെ 1 മുതൽ അനുസ്യൂതമായിട്ട് ഒരു 16 വരെ വായിക്കുക എന്നൊക്കെ പറയും. അപ്പോ ഓരോ പുസ്തകവും ഓരോ തരത്തിലാണ് എഴുതപ്പെടുന്നത്. അപ്പൊ പുരാണം എന്ന ഈ പുസ്തകങ്ങൾ എങ്ങനെയാണ് എഴുതപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഇത് കഥ പറച്ചിലാണ്. കഥകൾ ധാരാളമായിട്ട് പറയും പുരാണങ്ങളിൽ. കഥകൾ പറയുമ്പോൾ നമ്മൾ കഥകളിലുള്ള എല്ലാ കാര്യങ്ങളും അപ്പാടെ വിശ്വസിക്കുകയും അതങ്ങനെ സത്യമാണെന്ന് കരുതുകയും ചെയ്യാറില്ല. കഥ നമ്മളെ വിസ്മയിപ്പിക്കുന്നു, രസിപ്പിക്കുന്നു. എന്നിട്ട് അവസാനം ചില സന്ദേശങ്ങൾ, ചില ഉപദേശങ്ങൾ, ചില നവീകരണങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ നമ്മളെ ബോധിപ്പിച്ചിട്ട്, നമ്മളിൽ അവശേഷിപ്പിച്ചിട്ട് കഥകൾ കടന്നു മാറുന്നു. കഥകൾ വായിക്കുമ്പോൾ നല്ല രസമാണ്, പക്ഷെ കഥ മുഴുവൻ നമ്മൾ വിശ്വസിക്കുന്നൊന്നുമില്ല, അത് സത്യമാണെന്ന് കരുതുന്നുമില്ല. വായിക്കുമ്പോൾ സത്യമാണ്, പക്ഷെ വായിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ കഥയായിരുന്നു, പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് ഈ കഥാകൃത്ത് സന്നിവേശിപ്പിച്ചിട്ടുണ്ടാവും. ഈ രീതിയാണ് പുരാണങ്ങളുടെ കഥ രീതി. വേദത്തിന്റെ രീതി ഇതല്ലല്ലോ. വേദത്തില് സത്യം വദ, ധർമ്മം തര, ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാവ്യവച്ഛേത്സി, സത്യാന്ന പ്രമദിതവ്യം ധർമാന്ന പ്രമദിതവ്യം ഇത്യാദി വാക്യങ്ങൾ പറയുമ്പോ ഇന്നത് ചെയ്യൂ,
ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്താണോ പറഞ്ഞതോ അതുപടി തന്നെ നമ്മൾ അനുസരിക്കണം, ചെയ്യണം. പറഞ്ഞത് ലിറ്ററൽ സെൻസിൽ, അക്ഷരാർത്ഥത്തിൽ എടുക്കും. പക്ഷെ കഥകളിൽ അങ്ങനെയല്ല. കഥകളില് ശ്രീമദ് ഭാഗവതം പറയുന്ന പോലെ കഥാഇമാസ്തേ കഥിത മഹീയസാം വിത്തായ ലോകേഷു യശഃ പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതി അതോ പാരമാർത്ഥ്യം. കഥകൾ പറയുന്നത് അതേപോലെ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ പുരാണങ്ങളിലും പല പുരാണങ്ങളിലും പലതും പരസ്പര വിരുദ്ധമായി പറഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിച്ചാൽ ആകെ പ്രശ്നമാവും. ഇപ്പോ ദേവീ ഭാഗവതമാണ് വിഷയം. ദേവിയാണ് ഏറ്റവും പ്രധാന ദേവത. മറ്റു ദേവതകളെല്ലാം ദേവിയുടെ അംഗങ്ങളാണ്, അവരെ ഉപാസിക്കരുത് എന്നൊക്കെ ചിലപ്പോൾ പുരാണത്തിൽ പറഞ്ഞു വരും. അത് അങ്ങനെ തന്നെ എടുക്കരുത്. നോക്കൂ, ദേവീ ഭാഗവതത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, നരകം യാന്തി തേ നൂനം യേദ്വിഷന്തി മഹേശ്വരം ഭക്ത മമ വിശാലാക്ഷി സത്യമേ തദ്ബ്രവീമ്യഹം. നമ്മളിന്ന് വായിക്കാൻ പോകുന്ന ഭാഗത്ത് തന്നെ ഉള്ളതാണത്. ആരോട് പറയുന്നതാണ്? മഹാവിഷ്ണു മഹാലക്ഷ്മിയോട് ഉപദേശിക്കുകയാണ്. എന്റെ ഭക്തന്മാർ മഹേശ്വരനെ ദ്വേഷിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും നരകത്തിലേക്ക് ചെല്ലും എന്ന് മഹാവിഷ്ണു മഹാലക്ഷ്മിയെ ഉപദേശിച്ചു. ഏതൊരു ദിവസം കുറെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇത് പറഞ്ഞു കൊടുത്തു. അതനുസരിച്ച് ശാപം മൂലം ഒരു സന്ദർഭത്തില് മഹാലക്ഷ്മി ഒരു വടവയായിട്ട് ഭൂമിയിൽ വസിക്കേണ്ടി വന്നപ്പോ അവള് പരമേശ്വരനെ ഉദ്ദേശിച്ചാണ് തപസ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ മഹേശ്വരനും മഹാവിഷ്ണുവും ഒന്നാണെന്ന് ചില സ്ഥലത്ത് പറയും, ചില സ്ഥലത്ത് അങ്ങനെയല്ല, മഹാവിഷ്ണുവാണ് കേവൻ, മഹേശ്വരൻ അങ്ങനെയല്ല എന്ന് പറയും. ഇങ്ങനെ പരസ്പര വിരുദ്ധം എന്ന് തോന്നുന്ന തരത്തിലുള്ള വർത്തമാനം പുരാണത്തില് കാണാം. കാരണം അത് അർത്ഥപ്രധാനമാണ്, ശബ്ദപ്രധാനമല്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പുരാണം വായിക്കേണ്ട രീതി എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് ഗ്രഹിക്കേണ്ട ചില സംഗതികൾ ഉണ്ടാവും, അത് കൃത്യമായിട്ടും ഗ്രഹിക്കുക. അത് നമ്മളെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിശാസ്ത്രം ഉപയോഗിച്ചത്, ഈ ഒരു കഥയൊക്കെ പറഞ്ഞത് എന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. കഥയല്ല പ്രധാനം, ചില സന്ദേശങ്ങൾ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കേണ്ടതാണ്. അതില് ഇപ്പോ നമുക്കൊരു 10 അധ്യായത്തില് 6ാമത്തെ സ്കന്ധത്തില് 11ാമത്തെ അധ്യായം മുതൽ 20ാം അധ്യായം വരെ 10 അധ്യായത്തില് 650ഓളം ശ്ലോകങ്ങളുണ്ട്. അത് മുഴുവൻ വായിക്കലൊന്നും നടക്കാവില്ല. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയാം, ഇടയ്ക്ക് കുറച്ച് വായിക്കാം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ 11ാമത്തെ അധ്യായത്തില് യുഗധർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഞാനിപ്പോ വായിച്ച ഒരു 10 പദ്യം വായിച്ചല്ലോ. അതിന്റെ അവസാനം പറയുന്നത് ജനമേജയൻ വ്യാസനോട് പറയാം. അപ്പൊ പുരാണത്തില് ഇവിടെ ഈ സന്ദർഭത്തില് ആരും തമ്മിലുള്ള വർത്തമാനമാണ്. ശ്രീശുക ബ്രഹ്മഋഷിയുടെ അച്ഛനായിട്ടുള്ള വ്യാസനും അല്ലെങ്കിൽ അഷ്ടാദശ പുരാണകർത്താവായിട്ടുള്ള വ്യാസനും പരീക്ഷത്തിന്റെ മകനായിട്ടുള്ള ജനമേജയനും പരീക്ഷിതിയും തമ്മിലുള്ള സംവാദമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പരീക്ഷിതി ഒരു കാര്യം ചോദിക്കുകയാണ്, കൃഷ്ണന്റെ കഥയൊക്കെ പറഞ്ഞല്ലോ, ഗംഭീരമായിട്ട് പറഞ്ഞല്ലോ, എനിക്കൊരു സംശയമുണ്ട് എന്ന് ചോദിക്കുകയാണ്. സന്ദേഹോയം മഹാഭാഗ നിവർത്തതി ചിത്തതഃ കലാവസ്തുൻ പ്രജാസ്രവാഹ പശ്യതഃ പാപനിശ്ചയാഃ. എനിക്ക് വലിയൊരു സംശയമുണ്ട്. അപ്പൊ കൃഷ്ണന്റെ കഥയൊക്കെ തിരിച്ചു വർണ്ണിച്ചല്ലോ. എന്താ കൃഷ്ണന്റെ കഥയിൽ പറഞ്ഞത്? ഭൂമിയിൽ ഒരുപാട് ദുഷ്ടന്മാര് പെരുകി. അപ്പൊ ഭൂമിദേവി ഒരു ഗോരൂപം ധരിച്ച് ബ്രഹ്മാവിന്റെ അടുത്ത് പോയിട്ട് പരാതി പറഞ്ഞു. അങ്ങനെ ഭൂഭാരം നശിപ്പിക്കാനായിട്ട് ഭഗവാൻ മഹാവിഷ്ണു കൃഷ്ണോവതാരം എടുത്തു. എന്നിട്ട് ഭൂഭാരം ഇല്ലാതാക്കി എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ദുഷ്ടന്മാരുടെ ഭാരം മുഴുവൻ ഇല്ലാതാക്കി, ദുഷ്ടന്മാരെ മുഴുവൻ കൊന്നൊടുക്കി എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ലയോ മഹർഷേ, ഇപ്പൊ ഞാൻ കാണുന്ന ആളുകള് ഇതാ കലിയുഗത്തില് ഇതിപ്പോഴാണ് ഉണ്ടായത്. ദ്വാപരയുഗത്തിന്റെ അവസാനത്തിലാണ് കൃഷ്ണന്റെ അവതാരമൊക്കെ ഉണ്ടായത്. കൃഷ്ണൻ അവതാരം അവസാനിപ്പിച്ച് സ്വർഗത്തിലേക്ക് തിരിച്ചു പോയപ്പോ കലിയുഗം തുടങ്ങി. അപ്പൊ ഇതപ്പോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നിട്ടോ ഈ കലിയുഗത്തിൽ ഞാൻ കാണുന്നത് എന്താണോ?
കലാവസ്തും പ്രജാസർവാഃ പശ്യത പാപനിശ്ചയാഃ. ഈ കലികാലത്തില്, ഈ കലിയുഗത്തില് എല്ലാവരും പാപികളായിട്ടാണല്ലോ, പാപനിഷ്ഠയന്മാരായിട്ടാണല്ലോ ഞാൻ കാണുന്നത്. പാപം ചെയ്യാൻ ഉറച്ചിട്ടിട്ടുള്ള പുറപ്പാടാണ് എല്ലാവരും. അതെന്താ അങ്ങനെ? ക്രിസ്തുമാരെ മുഴുവൻ പങ്കെടുത്തില്ലേ, പിന്നെന്താ അങ്ങനെ വരുന്നത് എന്നാണ് ചോദ്യം. അപ്പോ വ്യാസൻ പറയാണ്, ഇതാണ് യുഗധർമ്മം എന്ന് പറയുന്നത്. ഓരോ ദേശത്തിലും ഓരോ കാലത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് ദേശമഹിമയുണ്ട്, കാലമഹിമയുണ്ട്, സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാവും. ചില സ്ഥലത്ത് പോയാൽ ചില തരത്തിലാവും സ്വഭാവം, ചില കാലത്തിലാവുമ്പോൾ ചില തരത്തിലാവും സ്വഭാവം. യുഗധർമ്മമാണ്. കലിയുഗത്തില് ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, കൃതയുഗം പോലെ അല്ല എന്ന് പറഞ്ഞ് കൃതം, ത്രേത, ദ്വാപരം, കലി, ഇതിലെ യുഗത്തിലെ ധർമ്മങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വലിയ ഒരു സ്വീകാര്യമായ അംശമൊന്നും അതിലില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് അധികം കടക്കുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു സർഗം അതിനാ പറയുന്നത്, യുഗധർമ്മത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ അദ്ദേഹം ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ കലിയുഗത്തിലല്ലേ ജീവിക്കുന്നത്, നമുക്ക് എന്താ ഗതി? ദുർബുദ്ധി ഉണ്ടാവുള്ളൂ എങ്കിൽ നല്ല ബുദ്ധി തോന്നാൻ എന്താ ചെയ്യേണ്ടത്? എന്താണ് ഒരു ഗതി? കലാപധർമ്മ ബഹുലേ നരാണാം കാഗതിർഭവേത് ജനമേജയൗവാച ഭഗവന് സർവധർമ്മജ്ഞ സർവശാസ്ത്ര വിശാരദ. കലാപധർമ്മ ബഹുലേ നരാണാം കാഗതിർഭവേത് യദ്യസ്തി തദുപായശ്ചേത് ദയയാ തം വദസ്വ മേ. പുറത്ത് ശക്തമായി മഴ പെയ്യുന്നു, വാതിലും അടച്ചിട്ട് വരാം. പറയാണ്, ഉപായം ഉണ്ടല്ലോ. ഉപായം ദേവീപദാംബുജം ഏകയേവ മഹാരാജ തത്രോപായോസ്തി നാപരഃ സർവദോഷനിരാസാർത്ഥം ദേവീപദാംബുജം എന്ന് പറഞ്ഞ് നാമസ്മരണം ചെയ്യണം. ദേവിയെ ഓർക്കുക, ദേവിയുടെ പദാംബുജത്തെ ഓർക്കുക, നാമങ്ങൾ ചൊല്ലുക, കഥകൾ പാടുക. ഇങ്ങനെ ചെയ്താൽ നല്ല ബുദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞ അതാണ് 11ാമത്തെ അധ്യായത്തിലെ കഥ. 12ാം അധ്യായം തുടങ്ങുമ്പോ ജനമേജയം ചോദിക്കുകയാണ്, രാജാവ് ചോദിക്കുകയാണ്, തീർത്ഥസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞു തരൂ. ഏതൊക്കെ തീർത്ഥങ്ങളിലേക്കാണ് മനുഷ്യർ പോകേണ്ടത്? ഏതൊക്കെ സ്ഥാനങ്ങൾ, ഏതൊക്കെ നദികളൊക്കെയാ കാണേണ്ടത്? ഏറ്റവും നല്ല തീർത്ഥം ഏതാണ്? തീർത്ഥം എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന ജലം എന്നൊക്കെയാണ് നമ്മൾ അർത്ഥം വിചാരിക്കാതെ കുടിക്കാനുള്ള ജലം, അങ്ങനെയല്ല. തീർത്ഥം എന്ന് വെച്ചാൽ ശുദ്ധീകരിക്കുന്ന സ്ഥാനം എന്നാണ് അർത്ഥം. അപ്പൊ അത് ക്ഷേത്രങ്ങളാവാം, നദികളാവാം, ഗിരികളാവാം, മലകളാവാം, അങ്ങനെ പലതുമാവാം. ചിലപ്പോൾ വ്യക്തികളുമാവാം. അപ്പോ രമണ മഹർഷിയൊക്കെ ഒരു തീർത്ഥമാണ്. അങ്ങനെയാണ് തീർത്ഥൻ എന്ന് സന്യാസിനാമധേയം ഉണ്ടല്ലോ. ഭാരതീ തീർത്ഥ, സ്വാമി ഭാരതീ തീർത്ഥ, ഇങ്ങനെയൊക്കെ സ്വാമി രാമതീർത്ഥ. അപ്പൊ തീർത്ഥങ്ങളെ കുറിച്ച്, തീർത്ഥസ്ഥാനങ്ങളെ കുറിച്ച്, തീർത്ഥാടന കേന്ദ്രങ്ങളെ കുറിച്ച് പറഞ്ഞു തരൂ എന്നാണ് 12ാം അധ്യായത്തിന്റെ തുടക്കത്തില് പരീക്ഷത്ത് വ്യാസനോട് ചോദിക്കുന്നു. തീർത്ഥാനി ഭുവി പുണ്യാനി ബ്രൂഹിമേ മുനിസത്തമ ഗമ്യാനി മാനവൈർദേവൈഃ ക്ഷേത്രാണി സരിതസ്തഥാ ഫലം ച യാദൃശം യത്ര തീർത്ഥേഷു സ്ഥാനദാനതഃ വിധിന്തു തീർത്ഥയാത്രായാം നിയമാശ്ച വിശേഷതഃ. ഇത് വിസ്തരിച്ച് പറയുന്നുണ്ട്, കുറച്ച് വായിക്കാം. വ്യാസോവാച ശൃണുരാജം പ്രവക്ഷ്യാമി തീർത്ഥാനി വിധാനി ച യേഷു തീർത്ഥേഷു ദേവീനാം ശസ്താനി അയനാനി ച നദീനാം ജാഹ്നവീ ശ്രേഷ്ഠ യമുനാ ച സരസ്വതി നർമദാ ഗണ്ഡകി സിന്ധു ഗോമതി തമസാ തഥ. ഇങ്ങനെ നദികളെ കുറിച്ച്, തൈലങ്ങളെ കുറിച്ച് ഒക്കെ ധാരാളം പറയുന്നുണ്ട്. പറഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് പറയാണ്, ഞാൻ ഇനിയും അധികം പറഞ്ഞുതരാം, പക്ഷെ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ തീർത്ഥങ്ങളെ കുറിച്ച് കുറച്ചൊക്കെ പറഞ്ഞു, ഇനിയും ഞാൻ പറയാൻ പോകുന്നുണ്ടെന്നും പറയാണ്. അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഈ ചെറിയ കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടെന്നല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷേ
എപ്പോഴും നമ്മള് റോട്ടിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ബസ്സിലിരുന്ന് കാറിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ വേറെ റോട്ടിലുള്ള ദൃശ്യങ്ങളാണോ കൂടുതൽ ആസ്വദിക്കുക, അല്ല ഓരക്കാഴ്ചകളാണോ ആസ്വദിക്കുക? തീർച്ചയായിട്ടും ഓരക്കാഴ്ചകൾ തന്നെയാണ്. അതുപോലെ ഓരക്കാഴ്ചകളായി പുരാണകാരൻ ഇടയ്ക്ക് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. നമ്മൾ തീർത്ഥങ്ങളെ കുറിച്ച് ഗംഭീരമായിട്ട് പറയുമ്പോൾ തീർത്ഥസ്ഥാനങ്ങളിലേക്ക് പോകണം, അവർക്ക് തീർത്ഥാടനം നടത്തണം, ശുദ്ധി വരും, ഇതൊക്കെയാണല്ലോ നമ്മളുടെ ധാരണ. വാസ്തവത്തില് പുരാണങ്ങളെല്ലാം അങ്ങനെ തന്നെയാണോ പറയുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും തീർത്ഥാടനങ്ങളൊക്കെ പുരാണങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ്. വൈദികമായിട്ടുള്ള ഒരു ജീവിതധാരയിൽ തീർത്ഥ പഠനമൊന്നും ഉണ്ടായിരുന്നില്ല. പുരാണങ്ങൾ തന്നെയാണ് തീർത്ഥസ്ഥാനങ്ങളെ കുറിച്ച് ഇത്രയധികം പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ തീർത്ഥസ്ഥാനങ്ങളിൽ സംഭവിക്കുന്നത് എന്ത് ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, നമ്മളോട് ചിന്തിക്കരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല, നമ്മൾ ചിന്തിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തിനാ തീർത്ഥസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്? നമ്മളിൽ അറിഞ്ഞോ അറിയാതെയോ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചില ദുർവാസനകളുണ്ട്. തെറ്റ് ചെയ്യാൻ, അരുതാത്തത് ചെയ്യാൻ, നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തില് പെരുമാറാൻ, മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുന്ന തരത്തിൽ പെരുമാറാൻ ചില ടെൻഡൻസികൾ. ഇതിനെയാണല്ലോ പാപമെന്നോ പാപത്തിന് ഹേതുവെന്നോ പാപബീജമെന്നോ പാപത്തിനുള്ള സങ്കല്പം എന്നോ ഒക്കെ പറയുന്നത്. ഇതൊക്കെ മാറി നമ്മള് സന്തോഷമായിരിക്കണം, നമ്മളുടെ അടുത്ത് വരുന്നവർക്കൊക്കെ സന്തോഷം കിട്ടണം. അപ്പൊ നമ്മളുടെ പാപമൊക്കെ കുറച്ച് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ തീർത്ഥസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. പക്ഷെ തീർത്ഥസ്ഥാനങ്ങളിൽ എന്താണ് ഉണ്ടാവുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് വളരെ പ്രസിദ്ധങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളിലോ നദികളിലോ മലകളിലോ ഒക്കെ പോകുമ്പോ നമ്മളെ പോലെ ഉള്ള ഒരുപാട് പേര് വരും. നമ്മളെ പോലെ ഉള്ള തന്നെ ആവണമെന്നില്ല, പലരും നമ്മളെ പോലെ ചിലരുണ്ടാവും. അതായത് കുറച്ചൊക്കെ നല്ല ബുദ്ധി ഉണ്ടാവട്ടെ, നമുക്കൊരു നന്മ ഉണ്ടാവട്ടെ, ഒരു എളിമ കിട്ടട്ടെ, ഒരു ലഘിമ കിട്ടട്ടെ, ഒരു ലൈറ്റ്നെസ് കിട്ടട്ടെ, ഈ ദുരിതങ്ങളൊക്കെ ഒന്ന് മാറട്ടെ, ചീത്ത ചിന്തകളൊക്കെ പോകട്ടെ എന്ന് വിചാരിച്ചു വരുന്നവരുണ്ടാവും. ചിലരങ്ങനെയല്ല, സുഖിക്കാൻ വേണ്ടി വരുന്നവരുണ്ടാവും, തീർത്ഥസ്ഥാനങ്ങളിൽ രസിക്കാൻ വേണ്ടി വരുന്നവരുണ്ടാവും, സൈറ്റ് സീ. ചിലര് ജീവിതത്തിന്റെ വ്യഥകളിൽ നിന്ന് ഒളിഞ്ഞോടി അവിടെ വന്നാൽ സുഖിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. സുഖം മാത്രം തേടിയിട്ട് നൈമിഷികമായ ഭൗതികമായ വിഷയസുഖം അന്വേഷിച്ച് വരുന്നത്. ഇങ്ങനെ പലതരത്തിൽ വരുന്ന മനുഷ്യരുടെയാണ്, ബുദ്ധിജീവികളുടെ അല്ല. ബുദ്ധിജീവികളൊക്കെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നവരാണ്. മനുഷ്യൻ അങ്ങനെയല്ലല്ലോ, പ്രകൃതിയിൽ നിന്നും പരമാവധി അകന്ന് ജീവിക്കുന്ന ഒരു ജന്തുവാണ് മനുഷ്യൻ. ജന്തു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ജനിക്കാൻ ശീലമുള്ളവൻ എന്നേ അർത്ഥമുള്ളൂ, വേറൊന്നും വിചാരിക്കണ്ട. ജന്തു എന്ന് വെച്ചാൽ ജനനശീലം മനുഷ്യനുണ്ടല്ലോ. അപ്പൊ പ്രകൃതിയിൽ നിന്നും ഏറ്റവും അകന്നു നിൽക്കുന്ന ഈ മനുഷ്യൻ എന്ന ജന്തു എന്താണ് ചെയ്യുന്നത്? ബേസിക് ആയിട്ടുള്ള ആഹാരം, നിദ്ര, അടങ്ങിയിരിക്കുക, സുഖം എന്നുള്ള കാര്യങ്ങളൊന്നും കൃത്യമായ സമയത്തോ കൃത്യമായ രീതിയിലോ നിർവഹിക്കാൻ കഴിയാതെ വേറെ എവിടെയോ വന്നിട്ട് തന്റെ നാടും വീടൊക്കെ വിട്ട് അകന്നു വന്നിട്ട് ഇതൊന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ, ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് സംഘർഷങ്ങൾ അയാളുടെ ഉള്ളിലുണ്ട്. ഇങ്ങനെ ഓരോരുത്തരുടെ ഉള്ളിലേക്കുള്ള സംഘർഷങ്ങൾ പലതരത്തില് പുറത്തേക്ക് വരും. അതുപോലെ പലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്, പലതരത്തിലുള്ള നീചമായിട്ടുള്ള വിചാരങ്ങളും നടപ്പുകളും, അതെല്ലാം പതുക്കെ പുറത്തേക്ക് വരും. അത് മാത്രമല്ല, ഇത് സഹസ്രം ജനങ്ങളുടെ, ആയിരക്കണക്കിന് ആളുകളുടെ ഇങ്ങനെയുള്ള ഈ അകത്തുള്ള ഫ്രസ്ട്രേഷൻ മുഴുവൻ പുറത്തു വരുന്ന നെഗറ്റീവ് ഫീലിങ്സ് എല്ലാം കൂടിയിട്ട് ഒരു കോംപ്ലിക്കേഷനായി വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ചെയ്യുന്നത്. ആർക്കും വിശപ്പകറ്റാനോ ദാഹമകറ്റാനോ പറ്റുന്നില്ല, ഉറങ്ങിയിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല, തലവേദനയുണ്ട്, അസുഖമുണ്ട്, ഇതിന്റെ ഇടയിൽ ഗർഭിണികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഇവരെ രക്ഷിക്കേണ്ട ചുമതലയുണ്ട്, വൃദ്ധന്മാരുണ്ട്, തിക്കും തിരക്കും. എന്താണ് ഉണ്ടാവുക? വാസ്തവത്തിൽ തീർത്ഥസ്ഥലങ്ങൾ എന്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ അവിടെ പോയിട്ട് അവിടെയുള്ള ഒരു നെഗറ്റീവ് ഫീലിങ്സിന്റെ ഒരു കോംപ്ലിക്കേഷൻ, ഒരു കോംപ്ലക്സിന്, സങ്കീർണതയ്ക്ക് നമ്മളുടെ വക ഒരു സംഭാവന കൊടുത്തുകൊണ്ട് നമ്മൾ അവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് എന്തോ ചെയ്തു എന്ന് കരുതി തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. തീർത്ഥസ്ഥാനങ്ങളിൽ ചെല്ലുന്നത് കൊണ്ട് എപ്പോഴും നല്ലതുണ്ടാവണമെന്നില്ല. ചിത്തശുദ്ധിയാണ് പ്രധാനം എന്ന് ഞാനല്ല പറയുന്നത്, ദേവി ഭാഗവതത്തില് വ്യാസൻ പറയുന്നു. ഏവം പുണ്യാനി സ്ഥാനാനി ഹ്യസംഖ്യാതാനി ഭൂതലേ മുനിഭിഃ പരിഗീതാനി പാവനാനി മഹീപതേ യേഷു സ്ഥാനേഷു സർവത്ര
ദേവീ സ്ഥാനാനി ഭൂപതേ ദർശനാത് പാപഹാരീണി വസന്തി യമേന ച കഥയിഷ്യാമി താന്യഗ്രേ പ്രസംഗേന ച കാനിചിത് തീർത്ഥാനി നൃപ ദാനാനി വ്രതാനി തമഖാസ്തഥാ തപംസി പുണ്യകർമാണി സാപേക്ഷാണി മഹീപതേ. രാജാവേ, ഞാൻ ഇനിയും തീർത്ഥങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാം, തീർത്ഥങ്ങളായാലും ദാനങ്ങളായാലും മൃഗങ്ങളായാലും യജ്ഞങ്ങളായാലും തപസ്സുകളായാലും പുണ്യകർമ്മങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവയെല്ലാം സാപേക്ഷങ്ങളാണ്. എന്തിനേയോ ആശ്രയിച്ചിരിക്കുന്നു. ദ്രവ്യശുദ്ധി, ക്രിയാശുദ്ധി, മനഃശുദ്ധി, ഇതിനെ അപേക്ഷിച്ച് മാത്രമേ ഇവയ്ക്കൊക്കെ ഫലം തരാൻ കൽപ്പുള്ളൂ. ദ്രവ്യശുദ്ധി ഉണ്ടെങ്കിലേ തീർത്ഥം കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. ദ്രവ്യശുദ്ധി ഉണ്ടെങ്കിലേ ദാനം കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. കട്ടെടുത്ത മുതല് ധാരാളമായി ദാനം ചെയ്തിട്ട് എന്താണ് ഗുണം? ഇങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ചാരിറ്റി, കോടിക്കണക്കിന് കാശ്. ഇവര് ഇതിന്റെ 100 ഇരട്ടി 1000 മടങ്ങ് തെറ്റായ വഴിയിലൂടെ മറ്റുള്ളവരെ നശിപ്പിച്ചും കൊന്നും കൊലവിളിച്ചും ഉണ്ടാക്കിയ പൈസ അത് ദാനം ചെയ്യുകയാണ്. അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാവുക? ദ്രവ്യശുദ്ധി ഇല്ലെങ്കിൽ ദാനം കൊണ്ട് ഫലം ഉണ്ടാവില്ല. ക്രിയാശുദ്ധി വേണം, ദ്രവ്യശുദ്ധി വേണം. ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് മനഃശുദ്ധിയാണ്. ദ്രവ്യശുദ്ധിം ക്രിയാശുദ്ധിം മനഃശുദ്ധിം അപേക്ഷിത പാവനാനി ഹി തീർത്ഥാനി തപാംസി ച വ്രതാനി ച കദാചിത് ദ്രവ്യശുദ്ധി സ്യാത് ക്രിയാശുദ്ധി കദാചന ദുർലഭ മനഃശുദ്ധി സർവേഷാം സർവദാ നൃപ. മനസ്സിന്റെ ശുദ്ധി എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവാറില്ല. ചിലപ്പോൾ ദ്രവ്യശുദ്ധി ചിലപ്പോഴൊക്കെ ഉണ്ടായി എന്ന് വരാം, ക്രിയാശുദ്ധി ഉണ്ടായി എന്ന് വരാം. മനഃശുദ്ധി, അതിലാണ് എല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് തീർത്ഥാടനം കൊണ്ട് വലിയ പുണ്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് തീർത്ഥം പറയുന്നുണ്ട്. മനസ്തു ചഞ്ചലം രാജന്ന് അനേക വിഷയാശ്രിതം കഥം ശുദ്ധം ഭവേത് നാനാഭാവ സമാശ്രിതം കാമക്രോധോ തഥാ ലോഭഃ അഹങ്കാരോ മദസ്തഥാ. ഇതൊക്കെ പറഞ്ഞിട്ട് നോക്കൂ, വളരെ വ്യക്തമായിട്ട് പറയാണ്. നമ്മള് തീർത്ഥാടന കേന്ദ്രത്തിൽ ചെല്ലുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? നിത്യേന നമ്മൾ ചെയ്യുന്ന, നമ്മുടെ വീട്ടിലാണെങ്കിൽ 5:30 മണിക്കെങ്കിലും എണീക്കുകയും 6 മണിക്ക് മുമ്പ് തന്നെ കുളിക്കുകയും ഇതൊക്കെ ചെയ്യാറുണ്ടല്ലോ. കുളിച്ച് 4 നാമം ചൊല്ലുക, വിളക്ക് കൊളുത്തുക, നല്ല വീടൊക്കെ അടിച്ച് വൃത്തിയാക്കുക, അങ്ങനെ ചിലതൊക്കെ ചെയ്യാറുണ്ട്. തുളസിക്ക് ജലമൊഴിക്കുക, അങ്ങനെ ചില ചിട്ടകൾ നിത്യേന ചെയ്യുന്ന സ്വധർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ. ചിലർ രാമായണം വായിക്കും, ചിലർ വേദം ചൊല്ലും. ഇത് നിത്യേന നമ്മൾ വീട്ടിലുള്ളപ്പോ ചെയ്യുന്നതാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ തീർത്ഥത്തിന് ചെല്ലുമ്പോഴോ വഴിയില് അങ്ങനെയൊന്നും വേണ്ട. പഥി ശൂദ്രവദാചരേത്ത് നിയമവും കൂടി ഉണ്ടല്ലോ എന്ന് നമ്മൾ സമാധാനിക്കും. വഴി നടക്കുമ്പോ വഴിയാത്രയില് ഈ നിയമങ്ങളൊന്നും പാലിക്കേണ്ട കാര്യമില്ല. മ്ലേച്ഛന്മാരെ പോലെ യാതൊരു ധർമ്മവും ആചാരവും പാലിക്കാതെ നമുക്ക് ജീവിക്കാമെന്ന് വിചാരിക്കും. വാസ്തവത്തിൽ ഈ ആചാരമൊക്കെ എന്തിനാണ്? ദേഹത്തിനാണോ മനസ്സിനാണോ? ഒന്നുമല്ല, അതിനും അപ്പുറമുള്ള ആത്മാവിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ അറിയാതെ നമ്മളുടെ ഉള്ളിലേക്ക് ചില ശീലങ്ങള്, ചില ചിട്ടകള് കൃത്യമായിട്ടും നമ്മളുടെ ആത്മാവിലേക്കാണ്, ശരീരത്തിലേക്ക് മനസ്സിലേക്കല്ല തരുന്ന ചില കാര്യങ്ങളാണ് ഈ ആചാരങ്ങൾ. ഇത് പാലിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള സാധനം ഇല്ലാതെ മനുഷ്യനല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നല്ല മനുഷ്യനാവാൻ കഴിയുന്നത് എന്നാണ് ചോദ്യം. സ്വധർമ്മ പാലനം രാജന് സർവതീർത്ഥ ഫലപ്രദം നിത്യകർമ്മ പരിത്യാഗാത് മാർഗേ സംസർഗദോഷതഃ. നിത്യകർമ്മം നമ്മൾ വെടിയുന്നു തീർത്ഥത്തിലേക്ക് പോകുമ്പോ. സംസർഗദോഷം കൊണ്ട് നമുക്ക് പല ദോഷങ്ങളും വരുന്നു. വ്യർത്ഥം തീർത്ഥാധിഗമനം. ഞാൻ പറയുന്നതല്ല, ശ്രദ്ധിക്കുക. വ്യാസര് പറയാണ്, ദേവീഭാഗവതത്തിൽ പറയാണ്, വ്യർത്ഥം തീർത്ഥാധിഗമനം. തീർത്ഥത്തിലേക്ക് ചെല്ലുന്നത്, തീർത്ഥാടനം ചെയ്യുന്നത് പ്രയോജനമില്ലാത്തതാവും പലപ്പോഴും. പാപമേവാവശിഷ്യത്തെ ക്ഷാളജന്തി തീർത്ഥാനി സർവഥാ ദേഹജന്മലം മാനസം ക്ഷാളി സമർത്ഥാനി വൈ നൃപ. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എനിക്ക് ഇഷ്ടമുള്ള ഒരു ആശയമാണ്. ഇരിക്കട്ടെ. ഇത് പറഞ്ഞിട്ട് ഇതിനെ സമർത്ഥിക്കണമല്ലോ, വെറുതെ പറഞ്ഞാൽ പാടില്ലോ. ഇതിന് കാരണം എന്തെങ്കിലും വേണ്ടേ ചോദിച്ചാൽ, അതെ ഉണ്ട്. നോക്കൂ, വസിഷ്ഠൻ എന്നൊരാളെ കേട്ടിട്ടുണ്ടല്ലോ. മന്ത്രദ്രഷ്ടാവാണ്. ഋഗ്വേദത്തിലെ പല മന്ത്രങ്ങളും അദ്ദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഋഷിയാണ്.
മഹർഷിയാണ്, ഇക്ഷ്വാകുവംശത്തിലെ മഹർഷിയാണ്, തപസ്വിയാണ്. വിശ്വാമിത്രനെ കുറിച്ചോ അതും കേട്ടിട്ടുണ്ട്. തപസ് കൊണ്ട് ബ്രഹ്മണ്യം നേടിയ ആളാണ്. ഗായത്രി സാവിത്രി മന്ത്രം കണ്ടെത്തിയ ആളാണ്. അദ്ദേഹവും ഋഷിയാണ്, മഹർഷിയാണ്, മന്ത്രപ്രഷ്ടാവാണ്. ഇവർ രണ്ടുപേരും മഹാത്മാക്കളാണ്. ഇവര് ഗംഗാതീരത്ത് താമസിച്ചിരുന്ന കാലത്ത്, ഗംഗ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ തീർത്ഥാടനത്തിന് വേണ്ടി ശുദ്ധമാക്കാൻ വേണ്ടി സ്വയം മനസ്സും ശരീരവും ഒക്കെ ശുദ്ധാക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സ്ഥലമാണല്ലോ പരമപാവനിയായിട്ടുള്ള ഗംഗാനദി. ഗംഗാനദിയുടെ തീരത്ത് ജീവിച്ചുകൊണ്ടിരുന്ന, താമസിച്ചുകൊണ്ടിരുന്ന, തപസ് ചെയ്തുകൊണ്ടിരുന്ന വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മില് നിരർത്ഥകവും നെടുനാൾ നീണ്ടുനിന്നതുമായിട്ടുള്ള ഒരു യുദ്ധമുണ്ടായി, പരസ്പര സ്പർദ്ധ ഉണ്ടായി. രണ്ടുപേരും പരസ്പരം ശപിച്ചു. ഒരാൾ ശപിച്ചു താൻ കൊറ്റിയായി പോകട്ടെ, അപ്പൊ മറ്റൊരാൾ വേഗം ശപിച്ചു താൻ താറാവാവട്ടെ. എന്നിട്ട് ഇവര് താറാവ് കുട്ടിയായിട്ട് അപ്പോഴും ആ ജന്മത്തിൽ വെറുതെ ഇരുന്നില്ല, പരസ്പരം കലഹിച്ചും അടികൂടിയും. അങ്ങനെ ബ്രഹ്മാവ് വന്ന് ഒരു ദിവസം വന്ന് ഇവരെ ഇതൊക്കെ ശപിപ്പിക്കേണ്ടി വന്നു, വഴക്കൊക്കെ ശപിപ്പിക്കേണ്ടി വന്നു. അപ്പോ ഇത് ചിത്തശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ചിത്തശുദ്ധിയാണ് പ്രധാനം. വസിഷ്ഠോ ബ്രഹ്മണപുത്രോ വേദവിദ്യാ വിശാരദഃ രാഗദ്വേഷാൻവിതഃ കാമം ഗംഗാതീര സമാശ്രിതഃ ആടീപകം മഹായുദ്ധം വിശ്വാമിത്ര വസിഷ്ഠയോഃ ജാതം നിരർത്ഥകം ദ്വേഷാദ് ദേവാനാം വിസ്മയപ്രദം. ദേവന്മാർക്ക് പോലും വിസ്മയം ജനിപ്പിക്കുന്ന തരത്തില് ഇവര് ആടീപക യുദ്ധം ചെയ്തു. എന്താണ് ഈ ആടീപകം? ബകഹ എന്ന് വെച്ചാൽ കൊറ്റി, ആടീ എന്ന് വെച്ചാൽ താറാവ്. ഒരാളെ താൻ കൊറ്റിയായി പോകട്ടെ എന്ന് ശപിച്ചു. വിശ്വാമിത്രനെ വസിഷ്ഠൻ ശപിച്ചു, താൻ കൊറ്റിയായി പോകട്ടെ. അപ്പൊ അയാൾ ഉണ്ടായിരുന്നില്ല, അയാൾ തിരിച്ചു ശപിച്ചു, താൻ താറാവട്ടെ. അപ്പോ തീർത്ഥസ്ഥാനത്തിലുള്ള ഈ മഹാത്മാക്കൾക്ക് പോലും ഇങ്ങനെ ദുർബുദ്ധി വരണമെങ്കിൽ തീർത്ഥം കൊണ്ട് പ്രയോജനം ഇല്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് പുരാണകാരൻ പറയുന്നത്. ചിത്തശുദ്ധേസ്തു കാരണം. ചിത്തശുദ്ധിക്ക് കാരണം തീർത്ഥമോ ദാനമോ യജ്ഞമോ ഇതൊന്നും അല്ല. അപ്പൊ പിന്നെ എന്താ കാരണം ചോദിച്ചാൽ പിന്നീട് പറയുന്നത് അത് അവൾ വിചാരിക്കണം. അവൾ ചിലപ്പോ ഈ ജീവൻ നന്നാവട്ടെ എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും നന്നാവും. ആരാണോ അവൾ? ജഗദംബ ദേവി, പരാശക്തിയുടെ കാരുണ്യം അത് അഹൈതുകമായിട്ടുള്ള പ്രളയജലം പോലെ പ്രവഹിക്കുന്ന ആ ഒരു കാരുണ്യം ഏതൊരു ജീവനിലാണോ തിരിയുന്നത്, ജീവന്റെ പേർക്കാണോ തിരിയുന്നത്, അയാൾക്ക് ചിത്തശുദ്ധി തീർച്ചയായിട്ടും ഉണ്ടാവുന്നു. ഈ കഥ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടും പറയുന്നുണ്ട്. അപ്പൊ ഈ കഥ വന്നപ്പോ, കഥയാണല്ലോ, നമ്മളെല്ലാവർക്കും അങ്ങനെയാണല്ലോ, കാര്യം എന്താന്നുള്ളതല്ല, കഥ കേൾക്കണം. അങ്ങനെ ഉണ്ടാവും വസിഷ്ഠ വിശ്വാമിത്രനും ഈ താറാവ് കിട്ടിയ കാര്യം. എന്താ കാരണം? ഉടനെ ചോദിക്കായിരിക്കും എന്താ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണം. കഥം തൗ മുനിശാബ്ദോ താപസോ ധർമ്മതത്പരോ പരസ്പരം വൈരപരോ സഞ്ജാതോ കേന ഹേതുനാ ശാപം പരസ്പരം കേന കാരണേന മഹാമതി ദത്തബന്ധോ വിധഃ ക്ലേശകാരകോ ദുഃഖദൗ. അങ്ങനെ പാരീക്ഷിത് ജനമേജയൻ ചോദിച്ചപ്പോ വ്യാസൻ പറഞ്ഞു തുടങ്ങി. വിസ്തരിച്ചുള്ള കഥയാണ് ഹരിശ്ചന്ദ്രന്റെ കഥ. ഈ കഥ, ഹരിശ്ചന്ദ്രന്റെ കഥ പല പുരാണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ദേവീഭാഗവത്തിൽ വിസ്തരിച്ച് ഇനിയും പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഹരിശ്ചന്ദ്രന്റെയും വസിഷ്ഠന്റെയും വിശ്വാമിത്രന്റെയും കഥ. ഇത് വേദഗ്രന്ഥങ്ങളിലുണ്ട്. ബ്രാഹ്മണങ്ങളില് ഐതരേയം ശബൃത ബ്രാഹ്മണം പോലെയുള്ള ബ്രാഹ്മണങ്ങളിലൊക്കെ ഹരിശ്ചന്ദ്രന്റെ കഥ, വിദശേപാഖ്യാനം, ഹരിശ്ചന്ദ്രന്റെ ആഖ്യാനമൊക്കെ ധാരാളമായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് പുരാണങ്ങളെ പുരാണം മാത്രമായിട്ട് നമ്മൾ കണ്ടു മനസ്സിലാക്കരുത്. ഈ പുരാണങ്ങൾ വെച്ചുകൊണ്ട് വേദത്തിൽ പറഞ്ഞിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഇത് ഉപകരിക്കുക എന്ന് നമ്മൾ ഓർക്കണം. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയേ. അപ്പോ നമുക്ക് കഥ നോക്കാം. ഹരിശ്ചന്ദ്രൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പോ അയാൾ ഇക്ഷ്വാകുവംശത്തിലെ രാജാവായിരുന്നു, വസിഷ്ഠനായിരുന്നു.
പുരോഹിതൻ അയാൾക്ക് ഈ ഹരിശ്ചന്ദ്രന് സന്തതി ഇല്ലാത്തത് കൊണ്ട് അയാള് ഒരു കാര്യം നിശ്ചയിച്ചു. പ്രതിജ്ഞേ പുത്രകാമോ നരമേധം ദുരാസദം അനപത്യസരാജർഷിത വരുണാജ മഹാക്രതും പ്രതിജ്ഞേ പുത്രകാമോ നരമേധം ദുരാസദം. നരബലി കഴിച്ചുകൊണ്ടൊരു നരബലി കഴിച്ചുകൊണ്ടൊരു യാഗം ചെയ്യാൻ തീരുമാനിച്ചു. അതെന്താ അങ്ങനെ? സന്തതിയില്ല. സന്തതി ഉണ്ടായാൽ ആ സന്തതിയെ വരുന്നതിന് ബലി കഴിക്കാം. അപ്പൊ വരുന്നതിന് വളരെ സന്തോഷമായി. ഈ യാഗം ചെയ്യാന്ന് കഴിഞ്ഞാൽ ദേവന്മാർക്ക് വലിയ സന്തോഷമാണ്, ഉടനെ അനുഗ്രഹിക്കുന്നത്. അപ്പൊ ഒരു പുത്രനെ നൽകി. രാജാവിന് വളരെ സന്തോഷമായി. അപ്പോ സംസ്കാരം കഴിഞ്ഞ ഉടനെ, ജാതകർമ്മ സംസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ വന്നു. ആര്? വരുണം വന്നു. നമുക്ക് യാഗം നരബലി എന്ന് പറഞ്ഞു. അയ്യോ, അകത്തുള്ള ആൾക്ക് ശുദ്ധിയായിട്ടില്ല, 1 മാസം കഴിയണം. അത് കഴിഞ്ഞ് വരൂ എന്നായി ഹരിശ്ചന്ദ്രൻ. സത്യവാക്കാണ് കേട്ടോ ഹരിശ്ചന്ദ്രൻ. അങ്ങനെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. സത്യ വാക്കായിട്ടുള്ള സത്യം മാത്രമേ പറയൂ, ഒരിക്കലും വാക്ക് മാറില്ല. അങ്ങനെയുള്ള ഹരിശ്ചന്ദ്രനാണെന്ന് പറയുന്നത് പുരാണത്തില് ഹരിശ്ചന്ദ്രൻ. അപ്പൊ വീണ്ടും വന്നു. 1 മാസം കഴിഞ്ഞപ്പോ വീണ്ടും വന്നു. അല്ല, 1 മാസം കഴിഞ്ഞില്ലേ? അപ്പൊ പറഞ്ഞു, ഉദന്യം കഴിയാതെ ഉണ്ണി എങ്ങനെയാ ബലി കഴിക്കുക? അത് ശരിയാവില്ല, ബലി കഴിയാതെ. കുറെ കഴിഞ്ഞു വീണ്ടും വന്നു വരണം. അപ്പൊ പറഞ്ഞു, സമാവർത്തനം കഴിഞ്ഞോട്ടെ, എന്നിട്ട് നോക്കാം. ഏതൊക്കെ ബെസ്റ്റ്, സമാവർത്തനം കഴിഞ്ഞാൽ നമുക്ക് ബലി കഴിക്കാൻ മതി. ഇതൊക്കെ കഴിഞ്ഞ് സമാവർത്തനം കഴിയുമ്പോഴേക്കും കുട്ടിക്ക് കാര്യം മനസ്സിലായി. തന്നെ ബലി കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇയാള് വരും, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി. അയാളോടിപ്പോയപ്പോ വീണ്ടും വരണം വന്നു രാജാവിനെ ക്ഷണിച്ചു. മഹോദരം വരട്ടെ എന്ന് ചോദിച്ചു. മഹോദരം. അങ്ങനെ രാജാവിന്, ഹരിശ്ചന്ദ്ര മഹാരാജാവിന് മഹോദരം വന്നു. ഇത് കേട്ടിട്ട് കുറെ വർഷങ്ങളിൽ ഇടയ്ക്ക് പോയി. രോഹിതൻ എന്ന ആ മകൻ ഈ കഥ അറിഞ്ഞു. അപ്പൊ നാട്ടിലേക്ക് വരണം തീരുമാനിച്ചു. വരാൻ തീരുമാനിച്ചു. വരുന്ന വഴിക്ക് ഇന്ദ്രൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ ചെന്നിട്ട് പറഞ്ഞു, എന്തിനാ ജന്മങ്ങളെന്നുള്ളത്? അച്ഛൻ ഏതായാലും വയസ്സായി, മഹോദരമോ എന്തെങ്കിലും ഒന്നും വന്നിട്ടാ. അദ്ദേഹം ഏതായാലും കാലധർമ്മം പറഞ്ഞിട്ടുള്ളതാണ്, അദ്ദേഹം പൊയ്ക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. നല്ല വാക്കുകൾ, ചാരു വാക്കൊക്കെ പറഞ്ഞു. അഴകുള്ള വാക്കുകളൊക്കെ കേട്ടപ്പോൾ രോഹിതനെ വിശ്വസിച്ചു. പോയില്ല. വീണ്ടും അങ്ങനെ 2-3 തവണ മുടക്കി. അവസാനം വരുണൻ ഈ മഹോദരായിട്ട് വല്ലാതെ പീഡ അനുഭവിച്ചുകൊണ്ട് വസിഷ്ഠനോട് ഹരിശ്ചന്ദ്രൻ ചോദിച്ചു, രാജാവ് ചോദിച്ചു, എന്താ ഇനിയിപ്പോ വഴി? പ്രാഹിമാം ദുഃഖമനസം മഹാവ്യാധി ഭയാതുരം. വസിഷ്ഠൻ പറയാണ്, ശൃണുരാജൻ ഉപാജോസ്തി രോഗനാശം പ്രതിസ്തുതഃ ത്രയോദശവിധാ പുത്രാഃ കഥിതാ ധർമ്മസംഗ്രഹേ. 13 തരത്തില് പുത്രന്മാരെ കുറിച്ച് ധർമ്മശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോ ജന്മന ഉണ്ടായിട്ടുള്ള ഔരസമുക്തമായിട്ടുള്ള പുരോഹിതൻ തന്നെ വേണമെന്നില്ല, പലതരത്തിൽ പുത്രന്മാരുണ്ടാവാം. അതിലൊരു പുത്രൻ ക്രീതപുത്രൻ എന്നാണ്. പൈസ കൊടുത്ത് പുത്രനെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ധർമ്മശാസ്ത്രത്തിൽ അയാളെയും പുത്രനായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ നമുക്ക് വാങ്ങിച്ചാലോ, അതല്ലേ നല്ലത് എന്ന് വസിഷ്ഠൻ പറഞ്ഞപ്പോ എന്നാ പിന്നെ അതിനുള്ള അന്വേഷണമായി. രാജാവാണല്ലോ, നമ്മളെ പോലെ അല്ലല്ലോ, പൈസ ധാരാളം ഉണ്ട്, പൈസ കൊടുത്ത് എന്തും വാങ്ങിക്കാം. അപ്പൊ ഒരു പുത്രനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് അന്വേഷയാമാസപുരേ ഗ്രാമേ ഗ്രാമേ ഗൃഹേ ഗൃഹേ ഏവം വിഷജേ കശ്ചിദാതുരഃ നിർധനഃ ത്രിസുതശ്ചാസീതി അദീഗർത്തേതി നാമതഃ. പുരാണങ്ങളൊക്കെ വായിക്കുമ്പോ നമ്മൾ ഈ ധാരാളം ഭസ്മം വാരി പൂശുക, നാമം ജപിക്കുക, അതിൽ ആവേശം കാണിക്കുക, അതൊന്നും അല്ലാതെ സൂക്ഷ്മമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ പുരാണം വായിക്കുന്ന പോലെ അല്ല വായിക്കേണ്ടതെന്നുള്ളത് എന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. അതായത് ഭക്തിയുടെ ആവേശം അല്ല വേണ്ടത്, മനസ്സിന്റെ ശുദ്ധിയാണ് വേണ്ടതെന്ന് പുരാണകാരൻ പറയുന്നുണ്ടല്ലോ. അതുപോലെ ഇവിടെ കാണിച്ചു തരികയാണ്. എന്നും
ഈ ഭൂമി ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. നമ്മൾ പറയാറുണ്ട് ഇപ്പൊ തന്നെ പുരാണത്തിൽ തന്നെ പറഞ്ഞു കലിയുഗത്തില് പാവന്മാര് ധാരാളം ഉണ്ടാവുന്നു. അങ്ങനെയൊന്നുമില്ല. മീമാംസകൻ പറയുന്നതാണ് ശരി എന്നാ തോന്നുന്നത്. എന്നാ കഥാചിത് അനീദൃശം ജഗത്ത്, ഒരിക്കലും ഈ ലോകം ഇങ്ങനെ അല്ലാതായിരുന്നില്ല. എപ്പോഴും ദുഷ്ടന്മാരും ഉണ്ടാവും, ശിഷ്ടന്മാരും ഉണ്ടാവും, നല്ലവരും ഉണ്ടാവും, ചീത്ത ആളുകളും ഉണ്ടാവും. നോക്കൂ, ഇവിടെ ഒരാള് എന്താ ചെയ്യുന്നത്? സ്വന്തം മകനെ പൈസയ്ക്ക് വേണ്ടി വിൽക്കുകയാണ്. നിർധനഃ ത്രിസുതശ്ചാസീത് അജീകർത്തേതി നാമതഃ തസ്യ പുത്രം ശുനശേപം മധ്യമം മന്ത്രിസത്തമഃ. അപ്പൊ അജീകർത്തൻ ദാരിദ്ര്യം കൊണ്ട് മുഴുത്ത ദാരിദ്ര്യത്തിൽ വലയുന്ന ഒരു അച്ഛൻ, ഒരു ഋഷി, ഒരു താപസൻ, അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഒരു പുത്രനെ തരാമോ? 3 കുട്ടികളുണ്ടല്ലോ. അപ്പൊ അയാള് പെട്ടെന്ന് വന്നു ഉത്തരം, മൂത്ത പുത്രനെ എനിക്ക് വേണം, എന്റെ ക്രിയ ചെയ്യേണ്ട ആളാണ്, അതുകൊണ്ട് അവനെ വിട്ടു തരില്ല എന്ന് പറഞ്ഞ അയാൾ മിണ്ടാതിരുന്നു. ഇത് കേട്ട ഉടനെ അയാളുടെ ഭാര്യ പറഞ്ഞു, അവസാനത്തെ എന്റെ കൈക്കുഞ്ഞ് അവനെ ഞാൻ തരില്ല, അവനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ എന്താർത്ഥം? നടുക്കുള്ളവനെ കൊണ്ടുപോയിക്കോളൂ എന്നാണല്ലോ. നടുക്കുള്ളവൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവന്റെ പേരാണ് ശുനശേപൻ, മധ്യമൻ. ഈ കഥ ഒരുപാട് സംസ്കാരങ്ങളിൽ, ഒരുപാട് കഥകളിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ആശയമാണ്. എങ്കിലും വളരെ മനസ്സിലേക്ക് കൊള്ളുന്ന തരത്തിലുള്ള ഒരു കഥയാണ്. നോക്കൂ, പിതൃപുത്ര ബന്ധം, പിതാപുത്ര ബന്ധം. എന്താണ് അച്ഛൻ മകനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, മകൻ അച്ഛനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? എന്താണ്, ആരാണ് അച്ഛൻ, ആരാണ് അമ്മ, എന്താണ് മകൻ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വെറുതെ ഇങ്ങനെ പുരാണം വായിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി ദാരിദ്ര്യം കൊണ്ട് വലയുന്ന ഒരാള്, പൈസയ്ക്ക് വേണ്ടി തന്നെ സന്തതിയെ വിലക്കി വിൽക്കുന്ന ഒരാള് ആ കാലത്ത് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ കഥാചിത് അനീദൃശം ജഗത്ത് എന്ന് പറയുന്ന മീമാംസകന്റെ പക്ഷം എന്ന് ഓർത്തുപോയി. ഏതായാലും ഈ ശുനശേപനെയും കൊണ്ട് അയാളെ കൊടുത്തു. ശുനശേപൻ ഒന്നോ എന്നാ പിന്നെ ഞാൻ വരാം, അച്ഛനും അമ്മയും പറഞ്ഞതിന്റെ കാര്യം ഇതാണല്ലോ. അയാൾ തയ്യാറായി. അപ്പൊ അജീവത്തിന് പൈസ കിട്ടി, ഹരിശ്ചന്ദ്രന് കുട്ടി കിട്ടി, യാഗം നിർവഹിക്കാൻ കുട്ടിയെ രൂപത്തിൽ കെട്ടി, കുട്ടിയെ ആലംബം ചെയ്യാൻ പോവാണ്, കൊല്ലാൻ പോവാണ്, ബലികഴിക്കാൻ പോവാണ്. ആ സമയത്ത് വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്രനോട് പറഞ്ഞു, ക്രന്ദത്യയം ശുനശേപഃ കരുണാമാന്തുനോത്യപി ദയാവാൻ ഭവ രാജേന്ദ്ര കുരുമേ വചനം നൃപ പ്രാരബ്ധേ തു മഖേ തത്ര വിശ്വാമിത്രോ മഹാമുനിഃ ബദ്ധം ദൃഷ്ട്വാ ശുനശേപം നിശീഷേധം തജ. അരുത് എന്ന് വ്യക്തമായിട്ട് തന്നെ വിശ്വാമിത്രൻ പറഞ്ഞു. സാഹസം ചെയ്യരുത്. നോക്കൂ, ഈ ചെറിയ പയ്യൻ ചെറുതാണെങ്കിലും ദ്വിജബാലകം, തേജസ് ഉണ്ട് അവന്. അവൻ ദ്വിജബാലകനാണ്. അവനെ വെറുതെ വിടൂ, അവനെ കൊല്ലരുത്, ബലി കഴിക്കരുത്. ഇത് ക്രൂരമാണ്. ഇവൻ ക്രന്ദനം ചെയ്യുന്നു, വാവിട്ട് കരയുന്നു. അവന്റെ കരച്ചിൽ കേട്ട് കരുണ എന്നെ കുത്തിക്കീറുന്നു, പൊത്തിക്കീറുന്നു. ദേശമെങ്കിലും ദയുണ്ടെങ്കിൽ രാജാവേ ഇവന് വെറുതെ വിടൂ എന്ന് വിശ്വാമിത്രൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഹരിശ്ചന്ദ്രൻ ചെവിക്കൊണ്ടില്ല. അന്ന് വല്ലാത്ത ദേഷ്യം വന്നു വിശ്വാമിത്രന്. വിശ്വാമിത്രന് പറഞ്ഞ വാക്കനുസരിച്ചില്ലല്ലോ എന്നുള്ളതാണ്. അതായത് വിശ്വാമിത്രന്റെ ദേഷ്യത്തിന് കാരണം ആദ്യം പറഞ്ഞതല്ല. ഈ ഒരു നിരാലംബനായ നിരാധാരനായിട്ടുള്ള ഒരു ദ്വിജപാലകനെ ഇയാള് വിശ്വസനം ചെയ്യുന്നുവല്ലോ, ആലംബം ചെയ്യുന്നുവല്ലോ, അരുതാത്ത് ചെയ്യുന്നുവല്ലോ എന്നുള്ളതോ അല്ല വിശ്വാമിത്രന്റെ ദേഷ്യത്തിന് പിന്നീട് കാരണമായത്. എന്റെ വാക്ക് അയാൾ അനുസരിച്ചു, ഞാൻ പറഞ്ഞത് അയാൾ കേൾക്കില്ല. അപ്പോ ഈ ദേഷ്യം കാരണം അയാൾ ഒരു ദിവസം എന്ത് ചെയ്തു? ഹരിശ്ചന്ദ്രൻ നായാട്ടിന് പോയ സമയത്ത് കാട്ടിൽ വെച്ച് ഹരിശ്ചന്ദ്രനെ ഒരു വൃദ്ധബ്രാഹ്മണന്റെ വേഷത്തില് വിശ്വാമിത്രൻ എന്ന രാജഋഷി വൃദ്ധബ്രാഹ്മണന്റെ വേഷത്തിൽ ചെന്നിട്ട് അയാളുടെ ആ രാജാവിന്റെ സർവസ്വവും ദാനമായിട്ട് വാങ്ങിച്ചു. വൃദ്ധബ്രാഹ്മണവേഷേണ വിശ്വാമിത്രേണ വഞ്ചിതഃ ഏകസ്മിൻ സമയേ രാജാ ഹയാദൂഭൂവനം ഗതഃ സൂകരം ഹന്തുകാമസ്തുഭ്യാം ഹേ കൗശികീതത്തെ
വൃദ്ധബ്രാഹ്മണവേഷേണ വിശ്വാമിത്രേണ വഞ്ചിതഃ സർവസ്വം പ്രാക്ഷിതം തസ്യ ഗൃഹീതം രാജ്യമദ്ഭുതം അദ്ഭുതം പീഡിതോസോ ഹരിശ്ചന്ദ്രോ യജമാനോ യതോഭിഷം വസിഷ്ഠ കൗശികം പ്രാഹ വനേ പ്രാപ്തം യദൃച്ഛജ. അപ്പൊ ആ ദേഷ്യം കൊണ്ട് ശാന്തൻ എന്ത് ചെയ്തു? സർവസ്വവും നയത്തില്, ഒരു വൃദ്ധബ്രാഹ്മണ വേഷത്തിൽ ചെന്ന് നയത്തില് സർവസ്വവും ദാനമായി വാങ്ങിച്ചു. അപ്പൊ ദാനം വാങ്ങിച്ച ആർക്കാ നഷ്ടം വരുന്നത്? പുരോഹിതനാണ് നഷ്ടം വരുന്നത്. രാജാവും പുരോഹിതനും രണ്ടും കൂടിയാലേ ഒരു സ്റ്റേറ്റ് ആവുന്നുള്ളൂ, രാജ്യമാവുന്നുള്ളൂ. പുരോഹിതനും രാജാവും ഒന്നിച്ചു നിന്നാലേ രാജ്യ ഭരണം നടക്കുള്ളൂ. അപ്പൊ രാജാവിന് രാജ്യം നഷ്ടമായാൽ പുരോഹിതനും കൂടി നഷ്ടമാണോ? അപ്പൊ വസിഷ്ഠന് ദേഷ്യം വന്നു. വസിഷ്ഠൻ പോയി പറഞ്ഞു, അപ്രിയാതമാ ദുർബുദ്ധേ വൃഥാ ബ്രാഹ്മണ വേഷഭൃത് മതധർമ്മം വൃഥാക്കും ഗർഭംബഹസിതാംബിക. കൊറ്റിയെ പോലെ നീ നടന്നുവല്ലോ, അതുകൊണ്ട് കൊറ്റിയായി തീരട്ടെ എന്ന് ശ്രമിച്ചു. തീരട്ടെ എന്ന് പറയുമ്പോഴേക്കും തിരിച്ച് വിശ്വാമിത്രൻ ശ്രമിച്ചു, താറാവായി തീരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ രണ്ടുപേരും പരസ്പരം കൊറ്റിയും താറാവുമായി. അങ്ങനെ ഈ കൊച്ചിയും താറാവുമായ ആ ജന്മത്തിലും ഇവർ തമ്മില് വല്ലാത്ത വൈരം നിലനിന്നിരുന്നു, അടി കൂടിയിരുന്നു. അടി തീർക്കാനായിട്ട് ബ്രഹ്മ ഒരു ദിവസം ഒന്ന് ശമിപ്പിച്ചു എന്നൊക്കെയാണ് കഥ. അപ്പോ ഇത് പറഞ്ഞു വരുമ്പോ ഒരു സ്ഥലത്ത് പറയാണ്, മൈത്രാവരുണി എന്നൊരു പേര് പറഞ്ഞു. ആർക്ക്? വസിഷ്ഠന് മൈത്രാവരുണി എന്നൊരു പേര് ഇദ്ദേഹം പറഞ്ഞു. 179 തത്രാജഗാമ അനിമിഷൈരവൃത സർവദജാ പരൈഃ താവാസ്വാസ്യ ജഗത്കർത്താ വിനിവാര്യ ച. മൈത്രാവരുണി എന്നൊരു പേര് പറഞ്ഞപ്പോ അപ്പാരീക്ഷിച്ച് ജനമേജയം ചോദിക്കുകയായി, മൈത്രാവരുണി. മൈത്രാവരുണി എന്ന് പറഞ്ഞാൽ അർത്ഥം മിത്രന്റെയും വരുണന്റെയും സന്തതി എന്നാണല്ലോ. നമ്മൾ അങ്ങനെയല്ലല്ലോ കേട്ടിട്ടുള്ളത്. വസിഷ്ഠൻ എന്ന് വെച്ചാൽ ബ്രഹ്മാവിന്റെ പുത്രനാണല്ലോ. ഇയാൾ എങ്ങനെയാ മൈത്രാവരുണിയായത്? എങ്ങനെയാ വസിഷ്ഠൻ മൈത്രാവരുണി എന്ന് പേര് വന്നത് എന്ന് ചോദിച്ചു. മൈത്രാവരുണിത്യുക്തം നാമ തസ്യ മുനേഃ കഥം വസിഷ്ഠസ്യ മഹാഭാഗ ബ്രഹ്മണസ്തനുജസ്യഃ കിമസൗ കർമ്മതോ നാമ പ്രാപ്തവാൻ ഗുണതസ്തഥാ ബ്രൂഹിമേ വദതാൻ ശ്രേഷ്ഠ കാരണം തസ്യ നാമധം. അപ്പോ ഒരു കഥ പറഞ്ഞു കൊടുത്തു. അതെന്താണ്? രാജാവും പുരോഹിതനും തമ്മിൽ അടിയായി. നിമി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ പുരോഹിതനായിരുന്നു വസിഷ്ഠൻ. ഇവർ രണ്ടുപേരും തമ്മില് ഇക്ഷോവംശത്തിൽ തന്നെയാണ് നിമി ഉണ്ടായിരുന്നത്. നിമിയും വസിഷ്ഠനും തമ്മില് തെറ്റാൻ കാരണം പുരോഹിതന്റെ ധനലോഭമാണ് എന്നുള്ളതാണ് ഈ കഥ. അതുപോലെ ഇനി അടുത്തൊരു കഥ വരുന്നുണ്ട്, അതിലും തന്നെയാ പറയുന്നത്. ഹൈഹയന്മാരുടെ കഥ പറയുന്നതിന് വരുന്നുണ്ട്, മഹാഭാരതത്തിൽ വരുന്ന ഒരു കഥയാണ്. നമ്മളിതൊക്കെ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നിപ്പോ മതപൗരോഹിത്യം എന്താണ്, ബ്രാഹ്മണ പൗരോഹിത്യ മേധാവിത്വം എന്നൊക്കെ ഒരു വാക്കൊക്കെ പ്രയോഗിച്ച് കുറെ കാലമായി കേരളത്തില് ബ്രാഹ്മണ പൗരോഹിത്യ മേധാവിത്വം എന്ന് പറഞ്ഞിട്ട് ചില പ്രയോഗങ്ങളുണ്ടല്ലോ. ഇതൊക്കെ പണ്ടേ ഉള്ളതാണ്. പുരോഹിതന്മാരുടെ ധനലോഭം ചർച്ച ചെയ്തിട്ടുണ്ട്. ധർമ്മശാസ്ത്രങ്ങളിലും മീമാംസയിലും പുരാണങ്ങളിലും ഒക്കെ ചർച്ച ചെയ്തതാണ്. പുരോഹിതന്മാർക്ക് ധനലോഭം ഉണ്ട്. ആ കഥ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും അതാണ് കഥ. നിമി യാഗം ചെയ്യാൻ തീരുമാനിച്ച് വസിഷ്ഠനോട് ചോദിക്കാതെ തന്നെ തീരുമാനമൊക്കെ എടുത്തു. ഇന്നത്തെ വസിഷ്ഠനോട് ചെന്ന് പറഞ്ഞു യാഗം നടത്തി തരണം എന്ന്. സ്വന്തം പുരോഹിതനാണ്. അപ്പോ വസിഷ്ഠൻ പറഞ്ഞു, ഞാൻ ഏറ്റുപോയല്ലോ, എന്റെ എന്നെ ഒരു യാഗത്തിന് വിളിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് യാഗം നടത്തിയാൽ മതി, നമ്മളുടെ യാഗം അതൊക്കെ നടത്താലോ. അപ്പോ അത് പറ്റില്ല, അപ്പൊ തന്നെ വേണമെന്നായി നിമി. അങ്ങനെ നിമിയുടെ യാഗത്തിന് നിൽക്കാതെ വസിഷ്ഠൻ ഇന്ദ്രന്റെ യാഗത്തിലേക്ക് ചെന്നു. നിമി യാഗം നടത്തി. യാഗത്തിന്റെ ഇടയ്ക്ക് വസിഷ്ഠൻ വന്നു. ഇന്ദ്രയാഗത്തിന് കഴിഞ്ഞിട്ട് വന്നിട്ട്
എന്താ ഉണ്ടായത്? 180. രാജാവ് കാണാൻ കൂട്ടാക്കിയില്ല, ഉറങ്ങുകയായിരുന്നു, എണീറ്റ് വന്നില്ല. അപ്പോ വസിഷ്ഠന് ദേഷ്യം വന്നു. സദ്യപ്രബോധയാമാസം മുനിമാഹു പ്രകോപിതം കുപിതം പുംസമാഗത്യ രാജാ വിജയകൽമഷഃ ഉവാച വചനം വിശ്വക്ഷം ഹേതുകർദ്ധം യുക്തിമുത് മമോദോഷോ രഥം വക്തിതസ്ഥം തൃഷ്ണയാ തതസ്തും തൃഷ്ണയാ പുലഃ. വന്നപ്പോ എന്നെ ബഹുമാനിച്ചില്ല, ഞാനില്ലാതെ യാഗം നടത്തിയെന്നൊക്കെയായി വസിഷ്ഠൻ. അപ്പൊ മുനി പറഞ്ഞു, എന്റെ അല്ല ദോഷം, പൈസ കൊതി കൊണ്ടാണ് അന്ന് എന്റെ യാഗത്തെ അവഗണിച്ചുകൊണ്ട് ഇന്ദ്രന്റെ യാഗത്തേക്ക് പോയത്. അതുകൊണ്ട് ഞാനല്ല തെറ്റ് ചെയ്തത്, അന്നാണ് തെറ്റ് ചെയ്തത്. അപ്പോ നവേത്സി വിപ്രധർമ്മസ്യ ഗതിം സൂക്ഷ്മാം ദുരത്യയാം ആത്മദോഷം അനുജ്ഞാത്വാ വൃഷാനാൻ ശത്രുദ്യതഃ. വസിഷ്ഠൻ അങ്ങനെ ശപിച്ചു, നിമി ഇങ്ങോട്ടും ശപിച്ചു. രണ്ടുപേരും ദേഹമില്ലാതെ പോട്ടെ എന്ന് ശപിച്ചത്. വിദേഹനാവട്ടെ. അപ്പൊ നിമിയും വിദേഹനായി, വസിഷ്ഠനും വിദേഹനായി, ദേഹമില്ലാതായി. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ദേഹം കിട്ടിയത് എന്നുള്ള കഥ അതിങ്ങനെ വിസ്തരിച്ച് പറയും. അതിൽ ഒന്നാണ് ഈ മൈത്രാവരുണിയായ കഥ. അതായത് വലിയ ഒന്നുമില്ല. എന്താണ്, വസിഷ്ഠൻ ദേഹമില്ലാതായപ്പോ നേരെ അച്ഛൻ്റെ അടുത്ത് പോയി. എങ്ങനെയുണ്ടല്ലോ, എല്ലാം കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ അടുത്ത് ഓടുക, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ഓടുക. അമ്മ ഇല്ലാത്തതുകൊണ്ട്, അമ്മയില്ല, അമ്മ ഇല്ലാതെയാണ് വസിഷ്ഠൻ ഉണ്ടായത്. അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. അപ്പോ ഒരു കാര്യം ചെയ്തോളൂ, അവിടെ ഈ മിത്രൻ വരണമെന്ന് 2 ദേവന്മാരില്ലേ, അവരുടെ കൂടെ കൊടുക്കോളൂ, കുറെ കാലം കഴിഞ്ഞാൽ അവർക്ക് സന്തതി ഉണ്ടാവും, താനായിരിക്കുന്നു. അപ്പൊ അങ്ങനെ മിത്രന്റെയും വരുണന്റെയും കൂടെ കൂടി വസിഷ്ഠൻ. ഒരു ദിവസം ഉർവശി വരുണ ഗൃഹത്തിലേക്ക് ചെന്നപ്പോ കലശലായ മോഹം മിത്രനും വരുണനും ഉർവശിയെ കണ്ടിട്ടുണ്ടായി. എന്തിനു പറയണു, ആ ഉർവശിയില് വല്ലാതെ ആകർഷകരായിട്ടുള്ള ഇവരുടെ രേതസ് കുംഭത്തില് ശേഖരിച്ചു വെച്ചിരുന്നു. അതിൽ നിന്നുണ്ടായ 2 കുട്ടികളാണ് മൈത്രാവരുണികൾ എന്ന 2 കുട്ടികൾ. ഒന്ന് അഗസ്ത്യനും ഒന്ന് വസിഷ്ഠനും. അങ്ങനെയാണ് വസിഷ്ഠന് ദേഹം കിട്ടിയത്. ഈ കഥ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, കഥയെക്കാളും പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. നമ്മളിപ്പോ ഇന്ന് വായിക്കുന്ന ഈ 650 പദ്യങ്ങളുടെ ഇടയിൽ ആവർത്തിച്ചു വരുന്ന ഒരു പദസമുച്ചയമാണ് അവശ്യം ഭാവിഭാവത്വാത് അശക്താസ്മ നിവാരണേ. ഈ കഥയൊക്കെ കഴിഞ്ഞിട്ട് വസിഷ്ഠന് ജനമേജയൻ വ്യാസനോട് ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ആയാൽ എന്താ ചെയ്യാ? അതേ മഹാന്മാർക്ക് പോലും ഇങ്ങനെയൊക്കെ ദേഷ്യം വരുന്നു, പരസ്പരം ശപിക്കുന്നു, ഇങ്ങനെ കാമം വരുന്നു, അപ്സരസിനെ കണ്ട് ഇവര് ദേവന്മാരൊക്കെ ഭ്രമിക്കുന്നു, ഇങ്ങനെയൊക്കെ ആയാൽ എന്താ ഒരു വഴി എന്ന് ചോദിക്കുമ്പോ പറയുന്ന ഒരു ഇതാണ്, അവശ്യം ഭാവിഭാവത്വാത് അശക്താസ്മ നിവാരണേ. അവശ്യം ഭാവിഭാവം എന്നൊരു സാധനം ഇത് 3 തവണ ആവർത്തിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അതങ്ങനെയേ നടക്കൂ. ഇത് ദേവിയുടെ സങ്കല്പമാണ്, ഇത് ഋതമാണ്, ഇത് സത്യമാണ്. ഋതം എന്നുള്ള ഒരു വൈദികമായ വാക്കുണ്ട്, അതിന്റെ അർത്ഥമാണ് അവശ്യം ഭാവി. ഇതിങ്ങനെയേ നടക്കൂ എന്നാണ്. ഈ അവശ്യം ഭാവി എന്നുള്ളൊരു ഭാവം അത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പോകേണ്ടതാണ്. ഇവിടെ ചോദിക്കുമ്പോ വളരെ കൃത്യമായിട്ട് വ്യാസൻ വിസ്തരിച്ച് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഭാഗം ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പോകുന്നു. ക്ഷമയാണ് വേണ്ടത്. ദുർലഭമായിട്ടുള്ള ലോകത്തിലെ ക്ഷമയാണ്. കാമവും ക്രോധവും ജയിക്കണമെങ്കിൽ ക്ഷമ വേണം. ആരെയാണോ അനുഗ്രഹിക്കണം എന്ന് ദൈവം വിചാരിക്കുന്നത് അവര് മാത്രം രക്ഷപ്പെടും. ശരിക്ക് പുരാണം കൊണ്ടും വേദം കൊണ്ടും തപസ് കൊണ്ടും യാഗം കൊണ്ടും തീർത്ഥം കൊണ്ടും തീർത്ഥാടനം കൊണ്ടും നല്ല ചെയ്തികള് സത്കർമ്മങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് കിട്ടേണ്ടത് മോചനമാണ്. നമ്മൾ തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വല്ലാത്തൊരു കെട്ടുപാടുണ്ട്.
ഇതിനാണ് നമ്മൾ സംസാരം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇത് ഇല്ലാത്തതാണ്. നമ്മൾ തന്നെ നമ്മളൊരു കാരാഗ്രഹത്തിനകത്ത് ചെന്ന് നിന്നിട്ട് എന്നെ ഇതെന്ന് മോചിപ്പിക്കണേ എന്ന് പറയാം. വാസ്തവത്തിൽ ഇത് ഇല്ലാത്തൊരു സംഭവമാണ്. ഇത് ദേവിയുടെ അനുഗ്രഹം തന്നെയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് അറിവ്, വിദ്യ എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? തത്കർമ്മ എന്ന ബന്ധായ സാ വിദ്യായാ വിമുക്തജേ യഥാ ന നശ്യതി തമഃ കൃതജാ ദീർഘവാർത്തജാ തത്കർമ്മ എന്ന ബന്ധായ സാ വിദ്യായാ വിമുക്തജേ. വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് ഭഗവാൻ വ്യാസൻ. അതായത് എന്താണോ നമ്മളെ റിലീസ് ചെയ്യുന്നത്, എല്ലാ ബന്ധങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സാംസാരികമായിട്ടുള്ള ബന്ധങ്ങൾ, വ്യാവഹാരികമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നും നമ്മളെ ഇതൊന്നും അല്ല, നമ്മൾ ഇതിലൊന്നും പെടില്ല, ഇതിനൊക്കെ അപ്പുറത്താണ്, നമ്മൾ സ്വതന്ത്രനാണ് എന്ന് നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്, അതിനെ മാത്രമേ വിദ്യ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. നമ്മളെ ബന്ധത്തിലേക്ക്, കർമ്മബന്ധങ്ങളിലേക്ക് അല്ലെങ്കിൽ പലതരം ബന്ധങ്ങളിലേക്ക് കുടുക്കുന്ന ഒന്നിനെയും നമുക്ക് കർമ്മം, സത്കർമ്മം എന്നോ ദുഷ്കർമ്മം എന്നോ, കർമ്മം എന്ന് അതിനെ വിളിക്കാൻ പറ്റില്ല. സത്കർമ്മ ബന്ധായ. എന്തിനാ കൂടുതൽ പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. കൃതജാ ദീപവാർത്തജ യഥാ നനശ്യതി തമഃ കൃതജാ ദീപവാർത്തജ. വിളക്ക് 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 പറഞ്ഞുകൊണ്ട് ഇരുട്ടകലുവോ? വിളക്ക് കൊണ്ടുവന്നാൽ ഇരുട്ടകലും. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഉള്ളില് ഉറങ്ങുന്ന അറിവുണ്ട്, ഇല്ലാത്തതല്ല. ആ അറിവിനെ സ്ഫുടം ചെയ്തെടുക്കുക, തെളിയിച്ചെടുക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. നമ്മള് ഒരാള് പറഞ്ഞു കേൾക്കുമ്പോ, പുരാണം വായിക്കുമ്പോ, കഥ കേൾക്കുമ്പോ, ആധ്യാത്മിക പ്രഭാഷണം കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഇത് ശരിയാണല്ലോ, ഇതാണ് ശരി, ഇങ്ങനെയാ വേണ്ടതെന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ നമുക്ക് അറിവുണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടി വരും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ അറിവ് വെറും ശാബ്ദജ്ഞാനമാണ്. വാക്ക് കേട്ടപ്പോൾ ഉണ്ടായ നമുക്ക് ആ വാക്കിന്റെ അർത്ഥം ഏതാണ്ടൊക്കെ മനസ്സിലായി എന്നാണ്. ശരിയായ അർത്ഥം മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? അനുഭവജ്ഞാനം വരണം. തസ്മാത് നാനുഭവജ്ഞാനം സംഭവതി അതിമാനുഷം അന്തർഗതം തമശ്ചേത്തും ശാബ്ദബോധോ ഹി നക്ഷമഃ. കേട്ടിട്ട് പറഞ്ഞ കാര്യം മനസ്സിലായി എന്നുള്ള ആ അറിവ് പോരാ. അത് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ട് അടികൊണ്ട് മനസ്സിലാക്കണം. അടികൊള്ളുമ്പോ മനസ്സിലാക്കാൻ, ചിന്തിക്കാനും കൂടി നമുക്ക് നല്ല ബുദ്ധി വരണം. അതിന് ദേവിയുടെ അനുഗ്രഹം വേണം. അപ്പൊ അനുഭവജ്ഞാനമായാൽ മാത്രമേ, വെറും ശബ്ദജ്ഞാനം പോരാ, അനുഭവജ്ഞാനമായാൽ മാത്രമേ, അങ്ങനെയുള്ള ജ്ഞാനം നമ്മളെ മുക്തിയിലേക്ക് തിരിച്ചുവിടുന്ന ജ്ഞാനമാണ് ശരിക്ക് വേണ്ടത് എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നു. തുടർന്ന് ഹൈഹയന്മാരുടെ കഥ പറയുന്നുണ്ട്. ശരിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ നിർത്താണ്. അതിനകത്തായി ഈ ഹൈഹയന്മാരുടെ കഥയിൽ ഒരു കാര്യം മാത്രം കാണിച്ചിട്ട് ഞാൻ നിർത്താം. അതായത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആവാൻ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണ്. ചിലര് ചില സമയത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു, ചിലര് ദേഷ്യപ്പെടുന്നില്ല, ചിലര് ദേഷ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈഹയന്മാര് എന്നുള്ള പ്രബല രാജാക്കന്മാർക്ക് പുരോഹിതന്മാരോട് വല്ലാത്ത അടിയുണ്ടായി എന്നൊരു കഥ പറയാം. അപ്പൊ ആരാണ് ഹൈഹയന്മാർ എന്ന് ചോദിക്കുമ്പോൾ കാർത്തവീര്യാർജുനന്റെ കഥ. അതായത് ഭൃഗുവംശത്തിൽ ജനിച്ച ബ്രാഹ്മണര് ഹൈഹയന്മാരുടെ, രാജാക്കന്മാരുടെ പുരോഹിതന്മാരായിരുന്നു. അവർ ഒരുപാട് പൈസ ഉണ്ടാക്കി. ധനലോഭം കൊണ്ട് പൈസയൊക്കെ അവർ കുഴിച്ചുമൂടി, വീടുകളിൽ നിധിയായിട്ട് കുഴിച്ചുമൂടി. ആ രാജാക്കന്മാർക്ക് സമ്പദ്ക്ഷയം ഉണ്ടായി. എന്നിട്ട് രാജാക്കന്മാര് ബ്രാഹ്മണരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ ബ്രാഹ്മണ സ്ത്രീകളെ പോലും കൊല്ലാൻ തുടങ്ങി, ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ഭൃഗുക്കളെ മുഴുവൻ കൊന്നൊടുക്കുന്ന സമയത്ത് ഒരു ഭൃഗു ബ്രാഹ്മണ സ്ത്രീ തന്റെ തൊടയില് ഗർഭത്തെ ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ ഊരുവിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഔർവൻ എന്ന ഭാർഗവന്റെ കഥയാണ് പറയുന്നത്. ഇവിടെ ബ്രഹ്മക്ഷത്രങ്ങളുടെ വല്ലാത്തൊരു സംഘർഷമാണ് പറയുന്നത്. ബ്രാഹ്മണരുടെയും ക്ഷത്രിയന്മാരുടെയും ബ്രഹ്മക്ഷത്രങ്ങളുടെ സംഘർഷം. ഇതെല്ലാം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിക്ക് തെളിച്ചം വേണം, വിനയം വേണം, ചിത്തശുദ്ധി വരണം, അവശ്യം ഭാവിയായിട്ടുള്ള ഋതത്തെ നമ്മൾ എപ്പോഴും മാനിച്ചുകൊണ്ടിരിക്കണം, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം, ദേവിയുടെ അനുഗ്രഹം, ജഗദംബയുടെ അനുഗ്രഹം ഉണ്ടാവണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരുപാട് കഥകളുണ്ട്. കഥകളിലെ കാര്യം, ഒന്ന് രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതിയല്ലോ. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ
നമ്മളുടെ ഈ ഇന്ന് വായിക്കാനുള്ള ഭാഗത്തിൽ അവസാനം കുറച്ച് സ്തോത്രം പോലെ ഒരു ഭാഗമുണ്ട്, അതൊന്ന് വായിക്കാം. അതൊരു 2-3 ശ്ലോകം വായിച്ചിട്ട് നിർത്താം. അതായത് മഹാവിഷ്ണുവിനും മഹാലക്ഷ്മിക്കും കൂടിയിട്ടുണ്ടായ സംഗതി വെച്ചാൽ അവര് കുതിരയുടെ രൂപം ധരിക്കേണ്ടി വന്നു. അവർക്കുണ്ടായ ഒരു സന്തതി യയാതിയുടെ മകൻ തുർവസുവിന് നൽകി. തുർവസു സ്തോത്രം ചെയ്തു. പുരാണങ്ങൾ എന്ന് പറയുമ്പോൾ സ്തോത്രങ്ങൾ ധാരാളം ഉണ്ടാവുമല്ലോ, ആ സ്തോത്രമാണ്. അപ്പൊ അതിൽ കുറച്ച് ശ്ലോകങ്ങൾ ഞാൻ വായിക്കാം, എന്നിട്ട് നിർത്താം. देवाधिदेवाखिललोकनाथ कृपानिधे लोकगुरो रमेश मन्दस्य मे ते किल दर्शनं यत् सुदुर्लभं योगिजनैरलभ्यं यो ये निस्पृहास्ते विषजैरपेताः तेषां त्वदीयं खलु दर्शनं स्यात् आशापरोऽहं भगवन्ननन्त योग्यो न ते दर्शने देवदेव इति स्तुतस्तेन नृपेण विष्णुस्तमाह वाक्येन सुधामयेन वृणीश्वराजन् मनसेप्सितं ते ददामि तुष्टस्तपसा तवेति। इति श्रीदेवी भागवते महापुराणे 6th स्कन्धे 20ोऽध्यायः। इत्रയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. भुवन् काजेन वाचा मुहुरपि मनसा त्वद्बलप्रेरितात्मा यद्यत् कुरुवे समस्तं तदिह परतरे त्वयि असामर्पयामि। चात्यापीह स्वपाकः त्वयि निहितमनः कर्म वागिन्द्रियार्थप्राणो विश्वं पुनीते न तु विमुखमनः त्वत्पदात् विप्रवर्यः इयं यानः प्रचोदयात्. എല്ലാവർക്കും നമസ്കാരം, നന്ദി. വളരെ സന്തോഷം സുന്ദരേശൻ സാർ. ഔപചാരികമായ നന്ദി പ്രഭാഷണത്തിന് ശങ്കരനാരായണനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശങ്കരനാരായണൻ, പൂജാപഠനം 6ാം ബാച്ചിലെ പഠിതാവാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്ന് പറഞ്ഞാൽ ഈ ഇന്നത്തെ നന്ദി പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഇത്രയും നേരം ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ദേവി ഭാഗവത്തിനെ കുറിച്ച് NK സുന്ദരേശൻ സാർ അവർക്ക് ആദ്യം തന്നെ നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ TVSRCയുടെ സെക്രട്ടറി നാരായണേട്ടനും പിന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീരാമേട്ടനും നമ്മുടെ ഗുരുനാഥൻ ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ ഏട്ടനും നന്ദി പറയുന്നു. പിന്നെ ഈ വെബിനാറിൽ ഇന്ന് പങ്കെടുത്ത എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി. എൻ്റെ പേരിലും TVSRCയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നാളെ ഇതേ വേദിയിൽ ഇതേ സമയം ദേവി ഭാഗവതം 6ാം സ്കന്ധത്തിലെ തുടർ അധ്യായങ്ങൾ അവതരിപ്പിക്കാനായി ബ്രഹ്മശ്രീ പെരികമന ശ്രീധരൻ നമ്പൂതിരി വരുന്നതാണ്. അർത്ഥം പാരായണം ചെയ്യുന്നത്, അർത്ഥം വിവരിക്കുകയും ചെയ്യും. തദവസരത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. ശുഭരാത്രി.